ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഒരുമിച്ചെടുത്തോളൂ രാമ ഹരേ അങ്ങോട്ട് എടുത്തോളൂ ഒരുമിച്ച് ഫുൾ അങ്ങോട്ട് വെച്ചോളൂ ഇതെടുത്തിട്ട് കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പാ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വരമംഗലത്തപ്പാ ശരണം, തലയാക്കുളത്തമ്മേ ശരണം, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ജാനകീ ജീവനസ്മരണം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലെ വിനീത നമസ്കാരം. എല്ലാവരുടെയും മനസ്സിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും അതിനെയൊക്കെ വേണ്ടതുപോലെ ഉൾക്കൊണ്ട് നേരിടാനുള്ളൊരു ശക്തി എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇവിടെ പാരായണം ചെയ്യുന്ന ആ ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള തെറ്റുകളെയും ശരികളെയും ഒക്കെ തിരിച്ചറിഞ്ഞ് ആ രാമനിലേക്കുള്ള യാത്ര ശരിയായ ആ മാർഗത്തിലൂടെ തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. എപ്പോഴും പരസ്പര സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കുന്ന ഓരോരുത്തരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് വീണ് നമസ്കരിക്കുന്നു. നമുക്ക് അറിയാം, നമ്മളുടെ ഇവിടെ തന്നെ നമുക്കറിയാമല്ലേ, നമ്മുടെ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടും അറിയാം ഓരോരുത്തരുടെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. പുണ്യച്ചേട്ടൻ്റെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളെ സാധാരണ 8 മണിക്ക് വരുന്ന പോലെ നാളത്തെ ഒരു ദിവസം വരാൻ സാധിച്ചാൽ നല്ലതാണ്. അങ്ങനെ വന്നിട്ട് പിന്നെ പ്രസാദം കഴിഞ്ഞിട്ട് പോകാമെന്നുള്ള നിലയ്ക്ക് വന്നാൽ കുറച്ചധിക സമയം ഉണ്ണിച്ചേട്ടൻ്റെ ആ കുടുംബത്തിന് വേണ്ടിയിട്ടെന്ന് സങ്കല്പിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി നാമം ജപിക്കാം. ഇവിടെ ഇരുന്നിട്ട് നാമം ജപിക്കാം. അതിനുശേഷം രാമായണം പാരായണം ചെയ്ത് സമർപ്പിക്കാം. അപ്പോൾ കുറച്ചധികം സമയം കിട്ടും നാമം ജപിക്കാനായിട്ട്. അപ്പോൾ കഴിയുന്നവരൊക്കെ എല്ലാവരോടും കൃത്യം 8 മണിക്ക് തന്നെ വരണം എന്നല്ല. അപ്പോൾ അതിന് നേരത്തെ എത്താൻ സാധിക്കണവരുണ്ടെങ്കിൽ നേരത്തെ വന്ന് നാമം ജപിക്കാം. നേരം വൈകിട്ട് വരാനേ ഇപ്പോൾ ചിലവർക്ക് സാധിക്കുള്ളൂ, അവരുടെ കുടുംബങ്ങളുടെ എന്നുവെച്ചാൽ അങ്ങനെ നമ്മുടെ ഒരു ആത്മാർത്ഥമായ ഭാവം ഉണ്ടാവണമെന്ന് മാത്രം. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അലസത വേണ്ട. നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് സാധിക്കുന്നത്ര പങ്കെടുക്കാനായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക. അതിനെ ആത്മാർത്ഥമായിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ലെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങനെയുള്ളൊരു ഭാവം വേണ്ട. ഭഗവാന്റെ അടുത്തേക്ക് ഒരിക്കലും ആ ഒരു ഭാവം, അലസഭാവം അതുണ്ടാവരുത്. കാരണം എന്തു തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെയൊക്കെ നേരിടാൻ ഈശ്വരൻ നാമജപം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോഴും നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാന്തമായിട്ട് നേരിടാണ്ട് പറ്റില്ല. എന്ത് ജീവിതത്തിൽ വന്നാലും നേരിടാണ്ട് പറ്റില്ല. നമ്മളത് അനുഭവിച്ച് തന്നെയാവണം. പക്ഷേ അത് അനുഭവിക്കുമ്പോഴും മനസ്സിന് സമാധാനക്കുറവും നമുക്ക് ആകെ വിഷമവും ഒരു അസ്വസ്ഥമായ മനസ്സോട് കൂടിയിട്ട് എങ്ങനെയൊക്കെയോ ജീവിച്ച് തീർക്കണ പോലെ മനഃശാന്തി ഇല്ലാണ്ട് ജീവിച്ച് തീർക്കണേക്കാളും നമുക്ക് സമാധാനമായിട്ട് നാമജപത്തോടു കൂടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ആശ്വാസത്തോടു കൂടിയിട്ട് ശാന്തമായിട്ട് നമുക്ക് എല്ലാത്തിനെയും കാണാനും പങ്കെടുക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഇതിൽ വന്നോളൂ. ഗോവിന്ദ. ഭഗവാന് പൂവച്ചോളൂ, ഭഗവാൻ സമവച്ചിട്ടു. ഹരേ രാമ ഭഗവാൻ രാമ ഹരേ ഇവിടെ വെച്ചോളൂ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കബിദ്ധജംഭൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപൽപേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം.
മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ജാനകീ ജീവനസ്മരണം. ശ്രീഹരയേ നമഃ. കഴിഞ്ഞ ദിവസം ഭഗവാന്റെ വനവാസത്തിന് പോകണം എന്നുള്ള ഒരു തീരുമാനത്തോട് കൂടിയിട്ട് കൗസല്യാദേവിയുടെ അടുത്ത് നിന്ന് അമ്മയെ കണ്ട് നമസ്കരിച്ച് അമ്മയുടെ അടുത്ത് നിന്ന് പോന്ന ആ ഒരു ഭാഗം വരെയാണ് വായിച്ച് സമർപ്പിച്ചത്. ഇനി അടുത്തത് വായിക്കാനുള്ളത് സീതാദേവിയെ കാണാൻ പോകുന്ന ആ ഭാഗമാണ്. സീതാദേവിയുടെ അടുത്തേക്ക് പോകണു. എന്നിട്ട് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് വനത്തിലേക്ക് പോകാമെന്നുള്ളതിന് സീതയെ കാണുന്ന ഭാഗം വരെയാണ്. അത് ഇന്നലെ വായിച്ച വരികൾ ഇടയിലാണ് നിർത്തിയത്. കാരണം ഇന്നലെ നല്ല മഴയും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇടയിൽ നിർത്തേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഇടയിലാണ് നിർത്തിയത്. ശ്രദ്ധിച്ച ആ വരികളൊക്കെ കണ്ടുപിടിച്ചോളൂ. ഇതങ്ങോട്ട് ഇട്ടോളൂ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. കഴിഞ്ഞ ദിവസം വായിച്ച് സമർപ്പിച്ച ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ വൈദേഹി തന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗൃഹം ബുക്കരുളിനാൾ എന്നുള്ള വരിയാണ് വായിച്ച് സമർപ്പിച്ചത്. അപ്പം അതൊന്ന് നോക്കി കണ്ടോളൂ എല്ലാവരും. ഹരേ രാമ 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 ഹരേ. വിജിയുടെ പുസ്തകം കൂടി തരൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു. കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാൽ തൃക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൽ. ആരൂമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേ. വീരനെങ്ങു മമ വല്ലഭ. ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരാദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞ് രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീസുതൻ താനുമരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മാനസേ ഖേദാമിളച്ചു വാണിയിടുക.
മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പറാതോളമാസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരൂവതീ നിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകമാരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം. എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധ്വന്നീകുല മൗലിമാലികേ കേൾക്ക നീ. മന്നവൻ കേകയാ പുത്രിയാമമ്മയ്ക്കു മുന്നമേ 2 വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൽ അന്യൂന്യ വിക്രമം കൈക്കൊണ്ടുപോയ നാൾ. ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിന്നയക്കെന്നു മറ്റേതും. സത്യവിരോധം വരുമെന്നു തന്നോട് ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശൂവരവും കൊടുത്തിതു താതൻ. അതുകൊണ്ടു ഞാനിന്നു പോകുന്നു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡാമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീയതിനേതും മുടക്കം പറകലാമയൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവാനിത്തം പറഞ്ഞതു കേട്ടൊരു രാഗാശശിമുഖി താനും അരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതു ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം. കാകുസ്ഥനും പ്രിയാവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടിനാൾ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോരസിംഹവാക്രാസുകര സൈരിഭവാരണ വ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമോട്ടേറെയുണ്ടാം ഭയാമെന്നറിഞ്ഞിടടോ. മൂലാഫലങ്ങൾ കട്ടു അമ്ല കഷായങ്ങൾ ബാലെ ഭുജിപ്പതിനാകുന്നതും തത്ര. നിർമ്മല വ്യഞ്ജന ഭൂപന്നപാനാദി സന്മധു ക്ഷീരങ്ങളിൽ ഒരു നേരവും. നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗം എത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയും അറിയാതെ വരാലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ. ശീതവാതാതപപീഠയും പാരമം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസാരെ കണ്ടാലൊട്ടും പൊറുക്കയില്ലാർക്കും അറിയടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചൊന്നാലതീനുടനില്ലൊരു സംശയം. ശ്രീരാമ വാക്കു കേട്ടോരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ. നാഥാപതിവ്രതയാം ധർമ്മഭക്തി ഞാനാധാരവുമില്ല മറ്റെനിക്കാരുമേ. ഏതുമേ ദോഷവുമില്ലാതെയാ നിധേ പാദശുശ്രൂഷാവൃതം മുടക്കായികമേ. നിന്നുടെ സന്നിധവും സന്തതം വാണിടുമെന്നെ മറ്റാർക്കുമാനും പീഡിച്ചുകൂടുമോ. വല്ലതും മൂലാഫല ജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടം എനിക്കമൃതോപമം. ഭർത്താവു തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പപാദസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടല. ഏതുമേ പീഡയുണ്ടാകയില്ലൻ മൂലം ഭീതിയേതുമെനിക്കില്ല ഭർത്താവേ. കിഞ്ചിത് ജ്യോതിശാസ്ത്രവിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു. ഭർത്താവിനോട് വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും. ഇതം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നിതു അതിനിയും ഒന്നു ചൊല്ലിയിടുവൻ. രാമായണങ്ങൾ പലതും കവീവരർ ആമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനാവാസത്തിനെന്നു പോയിട്ടുള്ളൂ.
ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം. പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നെ എന്നിരിക്കെ പുനാരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിന് ആയിക്കൊണ്ടെഴുന്നള്ളിയിടുകില്ലെന്നുമെൻ പ്രാണൻ പരിത്യാഗവും ചെയ്യുവാൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടാമിന്നതു ചൊല്ലിയുണ്ടാകേണ്ട ദാനമരുന്ധതിക്കായിക്കൊണ്ട് ചെയ്യുക നീ ജാനകി ഹാരാതിഭൂഷണമൊക്കവേ ഇഥാമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പൃഥ്വീസുതോത്തമന്മാരെ വരുത്തുകെന്നത്യാദരാമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർത്ഥാമവധിയില്ലാതോളം ആദരാൽ സദ്വൃത്തര കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്കയാൽ ആനന്ദമഗ്നനായി മാനവനായകനാശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തുപെയ്തിടുന്നിതശ്രൂജലങ്ങളും ജാനകീദേവിയുമൻപോട് അരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണാവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു. പിന്നെ വാക്കുമരുൾ ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ. പിന്നെ അയോധ്യയെന്നോർത്തിയിടവിയെ മായാവിഹീനം ഈ വണ്ണമുറപ്പിച്ചു പോയാൽ പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ട് അതരവോടു തൊഴുതു സൗമിത്രിയും തന്നുട ചാപചരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികേ നിന്നു വണങ്ങിനാൻ. ജാനകീ ജീവനസ്മരണം. ശ്രീരാമചന്ദ്ര പ്രഭു അമ്മയുടെ അടുത്തുനിന്ന് നേരെ പത്നിയുടെ അടുത്ത് പോയിട്ടാണ് പറയണു. ഞാൻ അപ്പോൾ ചെല്ലുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. കാരണം ഒരു രാജകുമാരൻ വരണ പോലെയല്ല, ഏകാന്തത്തിലാണ് ചെന്നത്. അപ്പോൾ അതെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ വിവരങ്ങളൊക്കെ വിസ്തരിച്ച് പറയണു. ഒട്ടും സീതാദേവിക്ക് പരിഭ്രമം ഉണ്ടായില്ല. സീതാദേവി പറയണു ഞാനും കൂടെ വരികയാണ്. അപ്പോൾ ഇതിൽ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പറയണു ഓരോ സുഖസൗകര്യങ്ങളെ പറ്റിയിട്ടൊക്കെ രാമചന്ദ്രപ്രഭു പറയുന്നുണ്ട്. കാട്ടിലെങ്ങനെയാവും എന്നൊക്കെ. അപ്പോൾ പറയണു എന്തെല്ലാം പ്രാരാബ്ധങ്ങളുണ്ടെങ്കിലും ഭർത്താവിനോടുകൂടി സ്നേഹത്തോടുകൂടി ഭർത്താവ് നമ്മളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദുഃഖങ്ങളെന്നും നമുക്ക് ദുഃഖങ്ങളായിട്ട് തോന്നില്ല, അതൊക്കെ സന്തോഷമായിട്ട് തീരും എന്ന് പറയണു. നമുക്കപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തിൻ്റെ പോരായ്മയാണെന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ പോരായ്മയാണ്. പരസ്പരമുള്ള ആ സ്നേഹവും ആ വിശ്വാസവും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അത് നമുക്ക് അത്രയും ദുഃഖങ്ങളായിട്ട് തീരണത്. ഇവിടെ പറയണു എങ്ങനെയാണെങ്കിലും എല്ലാം എന്ത് ഭക്ഷണമായാലും വേണ്ടില്ല, ആ ഭർത്താവിനത് കഴിക്കാമെങ്കിൽ അത് ഭാര്യയ്ക്കും കഴിക്കാം, ഭർത്താവിന് നടക്കാമെങ്കിൽ ഭാര്യയ്ക്ക് നടക്കാം എന്നുള്ള. കാരണം രണ്ടും രണ്ടല്ല ഒന്നാണ് എന്നുള്ള ഭാവത്തിൽ ഇവിടെ സീതാദേവി പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരണം. അപ്പോൾ ഏതാണോ ആ ഭർത്താവിനോട് കൂടി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയാണോ അനുഭവയോഗ്യമായിട്ടുള്ളത് അതൊക്കെ സന്തോഷത്തോടു കൂടി അനുഭവിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാവർക്കും അതിൽ ഏറ്റവും പറയണത് ദാനധർമാദികൾ ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അതെങ്ങനെയുള്ളവർക്കാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ സദാചാരനിഷ്ഠര്,
അങ്ങനെയായിട്ടുള്ളവരാണ് പ്രത്യേകം പറയേണ്ടത്. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്തിട്ട് കാര്യമില്ല. എങ്ങനെയുള്ളവർക്ക് ദാനം ചെയ്യണം? സദാചാരം. നമ്മളിപ്പോൾ ഒരാൾക്ക് ദാനം, ഇപ്പോൾ നമ്മളെ ധാരാളം ആൾക്കാർ വരുന്നു, ഭിക്ഷ യോജിച്ചൊക്കെ വരുന്നുണ്ട്, പല ബുദ്ധിമുട്ടുകൾ പറയും. അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ്. ദാനശീലരാണ് എന്നുള്ളൊരു ഭാവത്തിൽ നമ്മളെടുത്ത് കൊടുക്കണം. ഇത് കൊണ്ടുപോയിട്ട് അപചാരം ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു 50 രൂപ കൊടുത്തു, അയാൾ വന്ന് കഷ്ടപ്പാട് പറയുമ്പോൾ അയാൾ അത് കൊണ്ടുപോയിട്ട് ഒരു മദ്യഷാപ്പിൽ ചെന്ന് മദ്യമൊക്കെ കഴിച്ച്, അങ്ങനെ പല വീടുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഈ പൈസയൊക്കെ കൊണ്ടുപോയി മദ്യം സേവിച്ച് വീട്ടിൽ ചെന്ന് ഭാര്യയും മക്കളെ അച്ഛനെയും അമ്മയൊക്കെ ഉപദ്രവിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ദോഷം ആർക്കാണ്? അതിന് നിമിത്തമായത് നമ്മുടെ ദാനമാണ്. അപ്പോൾ ദാനം പാത്രം അറിഞ്ഞു വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയുള്ളവർക്ക് വേണം? സദാചാരനിഷ്ഠരായിട്ടുള്ളവർക്ക്, പിന്നെ കുലശീലാദികളിൽ ഉത്തമന്മാരായിട്ടുള്ളവർക്ക്. നമ്മളിപ്പോൾ ഓരോ ദാനം ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ദാനം ചെയ്യാൻ അങ്ങനെയല്ല, ഇത് നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഗൃഹസ്ഥന്മാരും ആയിട്ടുള്ള ബ്രാഹ്മണന്മാർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണം. സന്യാസിയായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് അവർക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാണ്ട് നടക്കണവർക്ക് കുറേ സമ്പത്ത് കൊടുത്തിട്ട് കാര്യമില്ല. അത് ഗൃഹത്തിലെ അത് അവരുടെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമ്പോൾ അവരുടെ മനസ്സും സന്തോഷിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ദാനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ദാനം നൽകണം. അപ്പോഴാണ് അത് ദാനമായിട്ട് മാറുള്ളൂ, മറ്റത് ദാനമായിട്ട് മാറില്ല. അപ്പോൾ അതിലും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയണത്. അങ്ങനെ ദാനങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ലക്ഷ്മണനും സീതാദേവിയൊക്കെ ദാനം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സുമിത്ര ഇതുവരെ എല്ലാം കഴിഞ്ഞിട്ട്, എല്ലാവരുടെയും എല്ലാം കഴിഞ്ഞിട്ട് താൻ പോവുകയാണെന്ന് കൗസല്യോട് ചെന്നിട്ട് ശ്രീരാമചന്ദ്ര പ്രഭു പറയണു, ഭാര്യയോട് ചെന്നിട്ട് പറയണു. ലക്ഷ്മണൻ ആ സമയത്തൊക്കെ എന്താ ഉണ്ടാവണേ? ശ്രീരാമൻ്റെ കൂടെ തന്നെയാണ്. അമ്മയോട് പോലും ചെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഭാര്യയുടെ അടുത്തേക്ക് പോണത് പോലും പറയണില്ല. ഈ ഒരു ഇതിൽ മഹാത്മാക്കളെ അനുസ്മരിച്ച് കേൾക്കുന്നുണ്ട്. ലക്ഷ്മണൻ്റെ പത്നിയുടെ അടുത്ത് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചിട്ട് പറയത്രേ, ലക്ഷ്മണൻ പോകണമെന്ന് അറിയുമ്പോഴേ എപ്പോഴും എൻ്റെ ഭർത്താവ് എന്നോട് കൂടെ ഇരിക്കണതായിട്ട് എനിക്ക് അനുഗ്രഹം തരണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിനെ പിരിഞ്ഞിട്ടിരിക്കുന്ന ഭാര്യയ്ക്ക് അത്രയും മനസ്സിന് ദുഃഖം ഉണ്ടാവും. അങ്ങനെ ആ മനപ്രയാസത്തോടു കൂടിയിട്ട് ഇരിക്കുന്ന അവർക്ക് വേണ്ടതുപോലെ ഗൃഹകർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലൊക്കെ ചുതി വരും ദുഃഖമായിട്ടിരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പറയണു, സന്തോഷത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് എന്നെ പിരിഞ്ഞു എന്ന് എനിക്ക് തോന്നാനേ പാടില്ല. അങ്ങനെ അനുഗ്രഹം തരണമെന്ന് അനുഗ്രഹം മേടിച്ചു ഇത്ര ശ്രീരാമചന്ദ്ര പ്രഭുവിനോട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അമ്മയുടെ അടുത്ത് നിന്ന് പോണ കാര്യം പറയണത്. ഇവിടെ 3 തരത്തിലുള്ള അമ്മമാരെ നമ്മൾ കണ്ടുല്ലേ. ആദ്യത്തെ അമ്മ എങ്ങനെയാണ്? സ്വന്തമാണ്, എൻ്റെയാണ്, സ്വന്തമാണ് എന്നൊക്കെ പറഞ്ഞ് രാമനെ വല്ലാണ്ട് കാണുന്നവർക്കൊക്കെ തോന്നി ഭരതനേക്കാൾ കൂടുതൽ രാമന്, സ്വന്തം പുത്രനേക്കാളും കൂടുതൽ ഇങ്ങനെ സ്നേഹിക്കാൻ ഏതെങ്കിലും അമ്മമാർക്ക് പറ്റുമോ എന്ന് എല്ലാവർക്കും തോന്നി. അവസാനം കാര്യം ഇങ്ങനെ തലകീഴായി മറിഞ്ഞ് സ്വന്തം പുത്രനോടുള്ള ആ ഒരു മമത്വം അവസാനം പുറത്തേക്ക് വന്നു. പിന്നെ അമ്മ കൗസല്യാണ്. കൗസല്യയ്ക്ക് ഇപ്പോൾ ഭരതൻ രാജാവായാലൊന്നും വിരോധമില്ല, ഭരതനെയും തൻ്റെ പുത്രനെ പോലെ തന്നെയാണ്. പക്ഷേ കൗസല്യയ്ക്ക് എന്തിനാ രാമന് ദുഃഖം വരിക, രാമനെ കാട്ടിലേക്ക് അയക്കുക, തൻ്റെ പുത്രൻ തന്നെ പിരിയുക. അങ്ങനെ ആ മാതൃദുഃഖം അങ്ങനെയാണ് കൗസല്യ പ്രകടിപ്പിച്ചത്. അപ്പോൾ ആ മകനോടുള്ള മമത്വം കൊണ്ട് ഭർത്താവിനെ അടുത്ത് വരെ കുറച്ച് ഒരു വിഷമത്തോടു കൂടിയിട്ടുള്ള വാക്കുകൾ കൗസല്യ പറയേണ്ടി വന്നു. അവിടെയും ആ മമത്വം വന്നു. പക്ഷേ അവരൊക്കെ ദുഃഖം അനുഭവിച്ചു. കൈകേയി ആയാലും അത് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള രീതിയിൽ അത്രയും വിഷമം അനുഭവിച്ചു. കൗസല്യ ആയാലും ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൽ സാത്വികമായ ഭാവം ആർക്ക്? ആ സുമിത്രയ്ക്കാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും സുമിത്രയ്ക്ക് യാതൊരു ചാഞ്ചല്യം ഉണ്ടായിട്ടില്ല. എന്താണോ ഈശ്വരഹിതം അതുപോലെ നടക്കട്ടെ എന്നാണ്. പുത്രൻ ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഞാനിതാ ഏട്ടൻ്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ഉചിതം എന്ന് ആ അമ്മ അനുഗ്രഹിക്കുക ചെയ്യുന്നത്. ഒരിക്കലും എൻ്റെ മോൻ പോണൂലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. എന്താണോ ഈശ്വരേച്ഛ പോലെ വന്ന് ഭവിച്ചത് അതിനെ വേണ്ട പോലെ ഉൾക്കൊണ്ട് അത് ആ മനസ്സാന്നിധ്യത്തോടു കൂടിയിട്ട് നല്ലൊരു ഉപദേശം കൊടുക്കണം. വനത്തിലേക്കാണ് പോണത്. ഒരേ പ്രായമാണ് അല്ലേ, രാമലക്ഷ്മണന്മാരൊക്കെ ഒരേ പ്രായമാണ്, ഒരു ദിവസത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ആ സീതാദേവിയും അവരും 4 പുത്രിമാർ, അവരൊക്കെ ഏകദേശം ഒരേ പ്രായമുള്ള ഇതാണ്. അപ്പോൾ ആ ഒരു യൗവനം എന്ന് വിചാരിച്ചാൽ ഒരു 10-12 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്
ആ സമയം കഴിഞ്ഞതിന് ശേഷമാണ് വിവാഹം ഉണ്ടായേക്കണത്. പിന്നെ ഒരു 12 വർഷം അയോധ്യയിൽ താമസിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു 24-25 വയസ്സ് പ്രായം ഉള്ളവരാണ് ഈ പോണത്. അപ്പോൾ ആ ഒരു കാടാണ്. അങ്ങനെയുള്ള പല വിധത്തിലും മനസ്സ് പല വിധത്തിലും വ്യതിചലിക്കാവുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയുള്ള സമയത്ത് അമ്മ കൊടുക്കണ ഉപദേശം എന്താണ്? അച്ഛനെ പോലെ കാണണം. ആരെ? ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അച്ഛനായിട്ട് കാണണം. അച്ഛനാണെന്ന് വിചാരിക്കണം. അപ്പോൾ ആരാവും? സീതാദേവി അമ്മയായിട്ട് കാണും. സീത ഞാനാണെന്ന് വിചാരിക്കണം. അവിടെയുള്ള സുഖസൗകര്യങ്ങൾ അയോധ്യയിൽ എങ്ങനെയാണോ അതുപോലെയാണ് എന്ന് ഒന്നിലും മനസ്സ് പെടുത്തരുത് എന്നുള്ള ഭാവത്തിലാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഏറ്റവും വലിയ ഉപദേശമാണ്. ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊന്നും ഇന്ന് ലഭിക്കാത്തത് കൊണ്ടാണ്, ഇന്നത്തെ കാലത്തിൽ ഇതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആൾക്കാർ രാമായണം വായിക്കുക, ഭാഗവതം വായിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഏതോ ഒരു ഇതില്ലാണ്ട് ഏതോ ഒരു ഭക്തിമാർഗം അങ്ങനെ. പക്ഷെ അതൊന്നുമല്ല. ഈ ഭക്തിമാർഗം എന്ന് പറഞ്ഞാൽ തന്നെ സാത്വികമായിട്ടുള്ള ഈശ്വരനോട് അടുക്കുക വെച്ചാൽ തന്നെ പരസ്പരം സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മളെ ഈ ഭൂമിയിൽ നമ്മളിതാ എത്രയോ ജനിച്ചു, ഇനി ഇത്ര കാലം ജീവിച്ചു, ഇനി മരിക്കണം. അതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ളത്. ആരും ഇവിടെ മരിക്കാണ്ടിരിക്കില്ല, എല്ലാവരും ജീവിക്കുകയും ചെയ്യും പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രാരാബ്ധങ്ങൾ, കർമ്മപ്രാരാബ്ധങ്ങൾ അനുഭവിക്കേണ്ടി വരും, പൂർവ്വജന്മകൃതമായ കർമ്മപ്രാരാബ്ധങ്ങൾ. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപക്വമായ മനസ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രാമായണം, ഭാഗവതം മുതലായിട്ടുള്ള കഥകൾ കേട്ട്. അതുകൊണ്ടാണ് ശ്രവണത്തിന് ഇത്ര മഹത്വം. ആ ശ്രവണത്തിലൂടെ നമുക്ക് ആ ഈശ്വരൻ്റെ മഹത്വം തിരിച്ചറിയുമ്പോൾ ആ ഈശ്വര നാമജപത്തിലൂടെ നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കി തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പരിശുദ്ധമായി തീരുമ്പോൾ ഈ സുമിത്രയുടെ ഭാവം എന്തു തന്നെ ജീവിതത്തിൽ വന്നാലും അതിനെ പരിപക്വമായിട്ട് നേരിടാൻ വേണ്ടി സുമിത്രയുടെ ഒരു ഭാവം നമുക്കൊക്കെ വന്നു ചേരും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഇതുപോലെയുള്ള സത്സംഗങ്ങൾ, പുരാണ പാരായണങ്ങളൊക്കെ. നമ്മൾ പലപ്പോഴും ഇവിടെ നാമജപത്തിന് വരുമ്പോൾ കാണാം, ചിലപ്പോൾ നല്ല മഴയുള്ള സമയമായിരിക്കും. അപ്പോൾ ഓരോരുത്തർ തൊഴുത് പോകുമ്പോൾ അവരോട് പറയും ഇവിടെ ഇരുന്നോളൂ നാമം ജപിക്കുമ്പോൾ. ഞാൻ പലരോടും പറയാറുണ്ട് ഇരിക്കൂ നാമം അവർക്ക് എന്തോ ഒരു അബദ്ധം ചെയ്യണ പോലെയാണ്. ഇവരെന്തൊക്കെയോ ചെയ്യണം, അതിൻ്റെ കൂടെ ഞാനെന്തിനാ ഇരിക്കണം, ഇനിയിപ്പോൾ ഒരു ദിവസം ഇത് ചെയ്താൽ നാളെ ചെയ്തില്ലെങ്കിൽ അബദ്ധമാവും. എല്ലാത്തിനും സംശയമാണ്. ഒരു നിമിഷം സത്സംഗത്തിലിരുന്ന് ഈശ്വരൻ്റെ നാമം ജപിക്കാൻ സാധിച്ചാൽ അത് ഭഗവാൻ നമുക്ക് തരുന്ന നിയോഗമാണ്. പൂർവ്വജന്മമായിട്ടുള്ള സുഹൃതം കൊണ്ടാണ് ഈശ്വരൻ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി നമ്മളെ. അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് പറയണതും ആ ഭഗവാൻ തന്നെ ഇരിക്കൂ ജപിച്ചോളൂ എന്ന്. ഒരു പക്ഷേ അതിരുന്ന് ജപിച്ച് അല്ലെങ്കിൽ അത് ശ്രവണം ചെയ്ത് പോകുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമ്മളുടെ ഒരു മനപ്രയാസത്തിന് അതൊരു തട്ട് ആയിട്ട് തീരും. അത് മനസ്സിലാക്കണില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ എന്നെ കാണാനായിട്ട് ഇവിടെ തലൂര് ഭാഗത്തൊരു ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹം വന്ന് പ്രേമപുഷ്പാഞ്ജലിയൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയണത് അവിടെ നാരായണീയം വായിക്കുന്നുണ്ട്. 10-25 പേരിരുന്ന് വായിക്കുക. വായിക്കണവരല്ലാതെ കണ്ട് ഒറ്റ ആൾ അവിടെ ഇരിക്കില്ല, കേൾക്കൂല എന്ന്. അവർക്കൊക്കെ എന്തോ ഇതൊക്കെ ഇങ്ങനെ വായിക്കുന്നത് കേട്ടിരുന്നാൽ ഒരു ദിവസം കേട്ടിരുന്നാൽ പിന്നെ കേട്ടില്ലെങ്കിൽ എന്താവും, ഇതുപോലെ ഭയമാണ്. ഒരു സത്സംഗത്തിന് വിളിച്ചാൽ അമ്പലത്തിൽ തൊഴുതു പോവുക എന്നല്ലാണ്ട് ബാക്കിയുള്ളതിലൊന്നും പങ്കെടുക്കണില്ല ആൾക്കാർ. അറിവില്ലാത്തത് കൊണ്ടാണ്. അത് ഇതുപോലെ ഇരുന്ന് ഇത് കേട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുള്ളൂ. നമ്മുടെ ദുഃഖത്തിനും നമ്മുടെ പെരുമാറ്റത്തിനും നമ്മുടെ ബുദ്ധിക്ക് ഇതുവരെ നമ്മൾ മറ്റുള്ളവരുടെ ദോഷങ്ങളാണ് കാണണമെന്നുണ്ടെങ്കിൽ അവർക്കൊന്നുമല്ല ദോഷം, നമുക്കായിരുന്നു ദോഷം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മളെ അങ്ങോട്ട് ശരിയാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ശരിയാവുകയും ചെയ്യും. അത് നമുക്കൊക്കെ നമ്മുടെ അനുഭവത്തിൽ ഉള്ളതാ. ഇവിടെ വന്ന് ഇരിക്കുന്ന പലർക്കും അറിയാം, അത് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇതിലൂടെ അനുഭവമാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള കഥകളൊക്കെ കേട്ട് അനുഭവിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണു. അപ്പോൾ ഇത് മായാവിഹീനം ആയിട്ട്, അതായത് വേറെ മായാമോഹത്തിലൊന്നും പെടാണ്ട് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ തന്നെ ചിന്തിക്കുക. അതായത് ഈ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് അത് അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് മാറാണ്ട്, അമ്മയുടെ വാക്കുകൾ ഈശ്വര വാക്കുകളായിട്ട് കരുതിയിട്ട് മാറാണ്ടിരുന്നാൽ നിനക്ക് സുഖമേ ഉണ്ടാവുള്ളൂ എന്നത് അമ്മയുടെ അനുഗ്രഹമാണ്. അങ്ങനെ അനുഗ്രഹിച്ചത് അവിടെ നിന്ന് യാത്രയാവണം. ഹരേ കൃഷ്ണ.
മാതൃവചന ജാനകീ ജീവനസ്മരണം. ആരെങ്കിലും മനസ്സ് ഇത് പറയണ നേരത്തെ അങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കുന്നത്. മാതൃവചനം ശിരസ്സി ധരിച്ചുകൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരാജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളാരമ്യ കളേവരൻ രാഘവൻ കാമദേവോമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാജഗദഭിരാമൻ ആത്മാരാമൻ അംബുജാലോചനൻ കാമാരി സേവിതൻ നാനാജഗന്മയൻ ദാതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നോരു പൗരജനങ്ങളും ദാതചാരേണാജെ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിമ്നോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേറുന്ന മുഗ്ധാമൃദൂതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പ്രതീശചിത്തം ഘടോരമത്രേ തുലോം. ഹരേഷ. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിയിലാർക്കും ഇന്നലെയോളവും ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണമെന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. കെകയാപുത്രയ്ക്കു രണ്ടു വരം നൃപൻ ഏകിനാൻ പോലും അതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴ്കന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതിവാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സമ്മോദമരുൾ ചെയ്തിതന്നേരം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളഗാത്രിയം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവീനെല്ലാവരും കേട്ടിടുവീനേവരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാം ആദിനാരായണൻ. ലക്ഷ്മണനായ ധനന്തൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായ പര മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരന്മ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു തത്വപ്രധാനമായി ഭക്തപരായണൻ. വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരനാദ്യനജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണായുക്തനായേ അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതാമനു ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാഥോനിധി മഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു. നിഷ്ഠൂരം എന്നല്ല കേട്ടോ, നിഷ്ഠുരം എന്നാണ് ആ വാക്ക് നീട്ടി പറയരുത്. നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ഹൃഷ്ടിയാൽ തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകും ഈ രാഘവൻ. നൃഹൃദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശ പ്രപാടനം ചെയ്തതും രക്ഷാചദൂരനാം ലക്ഷ്മീവരാനിവൻ. പുത്രലാഭാർത്ഥാമതീതിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരാമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതീ ഭക്തനായോരു മഹാബലി
മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമിവൻ. ധാത്രീ സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതാവരനായി പിറന്നിടിനാൻ. രാത്രീഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിവാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യൻ അജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്തവേദ്യൻ പരൻ. നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനോ ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ധരായല്ല കൈകേയി എല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനഗജ സൃഷ്ടിസ്ഥിതിലയാകാരിണി തന്നോടും പുഷ്ടമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാരവർ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു. നക്തഞ്ചരന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ. ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായ ആരുമേ രാമരാമേതി ജപിക്കിനെല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന്നു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലാതെയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാ രഘുസത്തമൻ ന്യൂനാതിരേഖാവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിലെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തജനാനം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയം പിറന്നിടിനൻ ഭൂതലേ. പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥനായി വന്നു പങ്ക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ. ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമാവിഷയമീ വണ്ണാമരുൾ ചെയ്തു. വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ. പൗരാജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാനേവരും രാമസീതാരഹസ്യം ഭൂരിദൃശം ആമോദപൂർവം ധ്യാനിപ്പവർക്കെല്ലാം. രാമദേവങ്കാൽ ഉറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപാവിനാശനം ചൊന്നതിൻ കാരണം. രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരാമുപദേശം ചെയ്തു. താപവും തീർന്നിതു പൗരാജനങ്ങൾക്കു താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി ജാനകി ജീവനസ്മരണം. അങ്ങനെ ആ കൈകേയിയും അതുപോലെ ദശരഥനെയൊക്കെ പൗരജനങ്ങൾ പറയുകയാണ്. ദോഷം പറയുമ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ രാജാവിനെ പറ്റിയിട്ടും അങ്ങനെ ഒരു വികല്പം ഉണ്ടാവാൻ പാടില്ല. കാരണം അത് രാജ്യത്തിന് തന്നെ വിപത്തായിട്ട് തീരും ഭരിക്കുന്ന ഒരാളെ പറ്റിയിട്ട് അങ്ങനെ പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ ആ സത്യാവസ്ഥ എന്താണെന്ന് ബോധിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ആ രാമതത്വത്തിനെ ജനങ്ങൾക്ക് ബോധിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഇത് അതീവ രഹസ്യമാണ്, ആരോടും പറയരുത്. എപ്പോഴെപ്പോഴും കേൾക്കാമല്ലേ നമ്മൾ. ഇത് അതീവ രഹസ്യമാണ്, ആരോടും പറയരുത്, ആരോടും പറയണേക്കാം. ഈ രഹസ്യമായ കാര്യം എങ്ങനെയും അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞിട്ട് ഇത് രഹസ്യമാണ്, ആരോടും പറയരുതെന്ന് എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ചാൽ, രഹസ്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുത്ത് പറയണത് മാത്രമല്ല രഹസ്യം. ഇത് എത്ര ഉറക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞാലും, എത്ര മൈക്ക് വെച്ച് വിളിച്ച് പറഞ്ഞാലും, എത്ര തവണ പറഞ്ഞാലും ഇത് ഉള്ളിലേക്ക് എത്തണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ രഹസ്യം, അതിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ, ഈശ്വര രഹസ്യമാണ്, ഈശ്വര രഹസ്യത്തെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അത് നമ്മുടെ ആ മനോമാലിന്യങ്ങളൊക്കെ നീങ്ങി ആ ചിത്തം ശുദ്ധി ഉണ്ടായാൽ മാത്രമേ ആ രഹസ്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എങ്കിലും പറയുമ്പോൾ അപ്പോൾ ഒരു ബോധ്യം ഉണ്ടാവും. നമുക്ക് ഒരാളിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഒരു ബോധ്യം ഉണ്ടാവും. ഇപ്പോൾ ഇവർ പറയണില്ലേ,
എല്ലാവരും സന്തോഷമായി. രാമൻ്റെ തത്വോപദേശം കുറച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനെ വിലംഘിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയണതും ഈ ജനങ്ങൾ പിന്നാലെ പോണതൊക്കെ കാണും. പക്ഷെ എന്നാലും ആ ഒരു സമയത്തേക്ക് ഒരു തെളിവുണ്ടാവും. അങ്ങനെ പലവട്ടം കേട്ട് വേണം നമ്മുടെ മനസ്സ് പരിപൂർണമായിട്ടും തെളിയാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സങ്ങനെ തെളിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പിന്നാലെ പറഞ്ഞ ജാനകി ജീവനസ്മരണം എന്ന്. കാരണം ഇത് ഇങ്ങനെ പുസ്തകത്തിൽ നോക്കിയിരുന്ന് വായിക്കുമ്പോൾ നമ്മൾ അക്ഷരം തെറ്റുമോ എന്നൊക്കെ നോക്കി ശ്രദ്ധിച്ചിരിക്കും. അതേസമയം പറയുമ്പോൾ നമുക്ക് ഒരാൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് നോക്കണം, പറയണം ഞാനും കേൾക്കണം നിങ്ങളും. കാരണം ഞാനല്ലല്ലോ അവിടെ ഇരുന്ന് പറയണത്, ഉള്ളിലിരുന്ന് ഈശ്വരനല്ലേ. അപ്പോൾ ഈ ഇരിക്കുന്ന ഈ ഒരു മിഷീനും അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും, നിങ്ങളും തിരിയും, അവിടേക്ക് നോക്കും. അപ്പോൾ ഒരാളെ കാണുമ്പോൾ അവർ ചെയ്യണ ഒരു പ്രവൃത്തി കാണുമ്പോൾ നമ്മുടെ മനസ്സ് ആ പ്രവൃത്തിയിലൂടെ ചിന്തിച്ച് മനസ്സ് എവിടെയോ പോവും. ഒരാളൊന്ന് വഴുക്കി വീഴാൻ പോയി, ഈശ്വര വീണേനെ ഇന്ന്. അപ്പോഴേക്കും നമ്മുടെ നാട്ടിൽ വീണ ആൾക്കാരുടെ ലിസ്റ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. പണ്ടൊരിക്കൽ നമ്മൾ വീണേൻ്റെ കാര്യം ഇതൊക്കെ വന്ന് നമ്മുടെ മനസ്സ് പതറിപ്പോവും. അപ്പോൾ അങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ വികല്പമായ മനസ്സായതുകൊണ്ടാണ്, നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് പറയുമ്പോൾ തമാശയായിട്ട് തോന്നും വെച്ചാലും സത്യം അങ്ങനെയല്ലേ സംഭവിക്കണത്. അത് എന്തുകൊണ്ടാണ് നമ്മൾ നാമം ജപിക്കുമ്പോൾ, സഹസ്രനാമൊക്കെ ജപിക്കുമ്പോൾ പ്രത്യേകിച്ചും എത്രയോ നമ്മുടെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഓർമ്മ വരും. അത് ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കടച്ചിൽ നല്ലോണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തൈര് കടയുമ്പോൾ അടിയിൽ നിന്നുള്ളതൊക്കെ ഇങ്ങനെ പൊന്തി വരുന്ന പോലെ അതിങ്ങനെ പൊന്തി വരികയാണ്. പൊന്തി വന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ ചിന്ത വരുന്നുണ്ടെങ്കിൽ കൂടുതൽ ജപിക്കുക. നാമം ജപിക്കുമ്പോൾ അങ്ങനെ പല ചിന്തകൾ വരുന്നു. എന്താ കാര്യം നാമം അങ്ങനെ ജപിക്കുക. അപ്പോൾ വീണ്ടും ജപിച്ച് കുറേ കഴിയുമ്പോൾ അതെല്ലാം പുറത്തേക്ക് വന്ന് പിന്നെ പുറത്തേക്ക് വരാനൊന്നും ഇല്ലാണ്ടാവും. അപ്പോൾ വെണ്ണ ഉറഞ്ഞുകൂടി തെളിയണ പോലെ അങ്ങോട്ട് തെളിഞ്ഞു വരും. അതുകൊണ്ടാണ് ധാരാളം കേൾക്കൂ എന്ന് പറയണത്. കേട്ട് എത്ര കേട്ടാലും നമുക്ക് അത് ആ പ്രാണാവസാന സമയം വരെ കേൾക്കാൻ സാധിച്ചാൽ അത് ഭാഗ്യം. കുറച്ച് കേട്ടു പിന്നെ അതിനെ വിട്ടു കളഞ്ഞു, പിന്നെ കുറച്ച് കേട്ടു എന്നാകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിരന്തരം ഇത് കേൾക്കുക എന്ന് വെച്ചാൽ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കർക്കിടക മാസം കഴിഞ്ഞാലും എന്നും ഓരോ പേജ് രാമായണം വായിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അടുത്ത തവണ വായിക്കുമ്പോഴേക്കും കൂടുതൽ ഇത് പ്രയോജനമായിട്ട് വരും. അത് രാമായണം ആവട്ടെ ഭാഗവതമാവട്ടെ എന്താവട്ടെ. സപ്താഹത്തിന് മാത്രം ഭാഗവതം എടുത്ത് നിർത്തിയിട്ട് കാര്യമില്ല. പറയും പുസ്തകം ഗ്രന്ഥം ഗൃഹത്തിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് നിർത്തി നോക്കിയിട്ടില്ലെങ്കിൽ ആ ഗ്രന്ഥം ആരാണെന്നറിയോ? അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ ഒന്ന് സംസാരിച്ചു. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ്. ഭഗവാൻ തന്നെയാണ് ഗ്രന്ഥം. ഭഗവാന് ഭക്ഷണം കൊടുക്കാണ്ട് പഷ്ണിക്കിടുന്ന പോലെയോ നമ്മളിത് വായിക്കുന്നതാണ് ഏറ്റവും വലിയ ഭഗവാന് കൊടുക്കുന്ന ഏറ്റവും വലിയ നൈവേദ്യം. അപ്പോഴാണ് നമ്മുടെ മനസ്സ് പരിശുദ്ധമാവുള്ളൂ. അല്ലെങ്കിൽ ഈ ഋഷീശ്വരന്മാരൊക്കെ ഇത് ചമച്ച് വച്ചതിനൊരു പ്രയോജനം ഇല്ലാണ്ട് പോവില്ലേ. അപ്പോൾ അതുകൊണ്ടാണിത് രഹസ്യം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തതാണ് ഈ രഹസ്യം എന്നുള്ളത് കൊണ്ടാണ്. ഇനിതാ അടുത്ത ആ ഭാഗങ്ങൾ പാരായണം ചെയ്യാം. ഇനി വനയാത്രയാണ് പാരായണം ചെയ്യാനുള്ളത്. കുറച്ച് ഓരോ ദിവസവും കുറേശ്ശെ പിന്നാക്കാണ് പാരായണം. അതുകൊണ്ട് പാരായണം കുറച്ച് നാളെ പിന്നെ ഒന്ന് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നാക്കാക്കാമെന്ന് വിചാരിക്കേണ്ട. കാരണം നാളെ നമ്മളെ പ്രസാദൂട്ടാണല്ലോ. അപ്പോൾ ഇത്തിരി അധികം സമയം വായിക്കുമ്പോൾ ശരിയാവും എന്ന് വിചാരിക്കുന്നു. ജാനകീ ജീവനസ്മരണം രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലാഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിത്തെ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഗേദാമകളെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ശീലങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരാലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതൂ നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ എന്നുള്ളതറിവാനായി തക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു ഗാഠാമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. നങ്കലാദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ
തഥാ വാങ്ങി പരുഷമംവൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നിരുന്നിടിനാൻ. ഇതിലെ ഓരോ വാക്കും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് ചില വാക്കുകൾ ശ്രദ്ധിക്കാണ്ട് പോകുമ്പോൾ ചില സംശയങ്ങളുണ്ടാവും. പണ്ടൊക്കെ ഇങ്ങനെ കഥകൾ വായിക്കുമ്പോൾ തൻ്റെ ആ പട്ടു വസ്ത്രത്തിൽ കീറിയിട്ട് ആഭരണങ്ങളും ഇതൊക്കെ സീതാദേവി താഴ്ത്തേക്ക് ഇട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പട്ടുവസ്ത്രം എവിടുന്ന സീതാദേവിക്ക്? സീതാദേവി ഇത് ഉടുത്തിട്ടല്ലേ പോയത്, കാവ്യ ഉടുത്തിട്ടാണ് പോയത്, പിന്നെ എങ്ങനെ വന്നു? അപ്പോൾ അത് എന്തോ തെറ്റുപറ്റി, എഴുതിയ ആൾക്ക് തെറ്റുപറ്റി. ഇത് വായിച്ചോട്ടനെയൊക്കെ നമുക്ക് അങ്ങനെയാണ്, ഇതെന്തോ അതായത് അച്ചടി പെശകിലോ അങ്ങനെ എഴുതി അങ്ങനെ എന്തെങ്കിലും തെറ്റുപറ്റി ഇതൊക്കെ ആവും അങ്ങനെ വന്നത് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെ വായിക്കേണ്ടത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ നോക്കൂ എന്താ ചെയ്തേക്കണേ, ഇത് ദിവ്യ വസ്ത്രങ്ങളുടെ പുറമെയാണ് ഭഗവാൻ ആ വൽക്കലം. അപ്പോൾ അതുകൊണ്ട് ആ പട്ടുവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു സീതാദേവിയുടെ കൂടെ, അതിന് പുറമേ ആണ് ഇതാ ഈ വൽക്കലം ധരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ കാട്ടിൽ വച്ചിട്ട് ഇങ്ങനെ അനസൂയ അരുന്ധതിയല്ലേ കാണണ സമയത്ത് ആഭരണങ്ങൾ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ചൂടാരത്നമൊക്കെ കൊടുത്തു അപ്പോൾ അങ്ങനെ ഓരോന്ന് കൊടുത്തതായിട്ട് പറയുന്നത്. അതൊക്കെയാണ് ആഭരണങ്ങളായിട്ടുള്ള. മറ്റേത് ഇവിടെയൊക്കെ അതെല്ലാം ഇവിടെ സമർപ്പിച്ചിട്ടാണ് പോയത്. പിന്നെ എങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യങ്ങൾ പക്ഷെ നമ്മുടെ ശ്രദ്ധിക്കുമ്പോഴാണ്, കുറേ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വായിക്കുമ്പോൾ നമുക്കിതൊക്കെ എന്താ എങ്ങനെയാണെന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ വായിക്കുന്നത് കുറച്ചെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്മളതെന്താണെന്ന് അറിയാൻ പിന്നെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ വരികൾ പോലും ഇവിടെ ശ്രദ്ധിക്കേണ്ട വരികളാണ് എന്ന് നമുക്ക് മനസ്സിലാവണത്. വൽക്കലം പരൂഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നിരുന്നിടിനന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വസിഷ്ഠ മഹാമുനി കോപേന ബത്സിച്ചു കൈകേയി തന്നോട് താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരീ ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസാശീലേ വരത്തെ വരിച്ചു നീ ജാനകീദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയാതെന്തൊരു കാരണം ഭക്ത്യാ പതിവ്രതായാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിതാഗാത്രിയായി ദിവ്യാംബരം പുണ്ടനുഗമിച്ചിടുക കാനനാ ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകന്നേ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നക്വാ സുമന്ത്രരോടേവാമരുൾ ചെയ്തു രാജയോഗ്യം രഥാമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം ഇതമുദ്ധാര രാമഭക്താംബുജം പാർത്തു പുത്രാഹാരാമ സൗമിത്രേ ജനഗജേ രാമ രാമ ത്രിലോകാഭി രാമാംഗ ഹാ മമ പ്രാണാസമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാം പഴിഞ്ഞു കരയുന്നതു നേരം ദേരൂമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീതേ വിരേവിൽ നീ നേരമിനി കളഞ്ഞിടരൂതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൻ ഇന്ദിരാവല്ലഭനാകിയ രാമനും മാനസേകേതം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണാവും ചെയ്തു തണുതൊടു തുടൻ തേരിൽ കരേറിനൻ വണജാബ തുണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ ലക്ഷ്മണൻ. അപ്പോൾ സുമന്ത്രരും ആകുലാൽ ദുഃഖേന തേർന്നടത്തിയിടിനാൻ ഭൂപനും നിൽക്കൻ ചൊന്നാൻ രഘുനാഥനും ഗച്ഛേ ദിവേകാലരുൾ ചെയ്തിതു നിശ്ചലമായി ദൂരെ ലോകവും അന്നേരം. അങ്ങനെതാ പോവാനായിട്ട് നിൽക്കണ സമയത്ത് എല്ലാവരോടും യാത്ര ചോദിച്ചു. അപ്പോൾ വേഗം തേര് വന്ന് നിന്ന സമയത്ത് സീതാദേവി കയറി ഭഗവാൻ നമസ്കരിച്ചിട്ട് ശ്രീരാമചന്ദ്രപ്രഭു അച്ഛനെ നമസ്കരിച്ച് കയറി ലക്ഷ്മണനും കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തേരങ്ങോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോൾ നിൽക്കൂ പോവരുതേ, അങ്ങനെയാണല്ലോ ആ അച്ഛൻ്റെ ആ ഒരു വ്യഥ. അപ്പോൾ അവിടെ നിൽക്കാൻ അച്ഛൻ്റെ ദുഃഖം കാണാൻ വയ്യാത്തത് കൊണ്ട്
ശ്രീരാമചന്ദ്രപ്രഭുവും പറയണു, പൊക്കോളൂ പൊക്കോളൂ, വേഗം വണ്ടി എടുക്കൂ, വേഗം പോവുക എന്ന് പറയണു. അങ്ങനെ ആ രഥം പോകുമ്പോൾ ഒരു നിമിഷം ആ ലോകം മുഴുവൻ നിശ്ചലമായതുപോലെയാണ് തോന്നിയത്. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണു വീണിതു ഭൂതലേ. സ്ത്രീബാലവൃദ്ധാവതീപുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ടതിഷ്ട പ്രഭോ രാമാദയാനിതേ, ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായികിലെങ്ങിനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയിതല്ലോ മമാ ദൈവമേ. ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ടാൻ. മന്നവൻ താനും ചിരം വിലപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോട് ആകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടോരു ഭൃത്യാജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാൻ. അന്നേരം വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു, പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൾ. ഖിന്നയായി മേവുന്ന കൗസല്യതന്നോടും ശ്രീരാമനും തമസാ നദീ തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രാമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ച് അന്തികെ രക്ഷിച്ചു നിന്നു. സുമന്ത്രരുമായി ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരാജനങ്ങളും ചെന്നരികെ പൊക്കു ശ്രീരാമനെ അങ്ങു കൊണ്ടുപോയി കാനനാവാസം നമുക്കുമെന്നേ വരൂ. മനസത്തിങ്കാൽ ഉറച്ചോ മരുവിനാൻ. അപ്പോൾ എല്ലാവരും ആ കൂടെ ഉണ്ടായ എല്ലാ അയോധ്യാനിവാസികളും ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പിന്നാലെ പോയിട്ട് തമസാ നദിയുടെ തീരത്ത് എത്തിയപ്പോൾ അവിടെ അന്ന് രാത്രിയായി. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്നു. അപ്പോൾ ജനങ്ങളെല്ലാവരും ആ രാമൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും ഇരുന്നു. രാമൻ പോവുകയാണെങ്കിൽ ഞങ്ങളും ഇനി കാട്ടിലെ അയോധ്യയിൽ ഇനി ആരും ഇല്ല എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഇരിക്കുന്നു. പൗരാജനത്തിൻ പരിവേദനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. ഉദിച്ചാൽ അയക്കുകയില്ലിവർ, കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ. ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ. ഇനി ഉണരും മുമ്പേ പോകതാം ഇപ്പോഴേ കൂട്ടുക തേരുന്നു. രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരുമൊരുമിച്ചി തന്നേരം. രാഘവന്മാരും ജനകതനൂജയും തേരിലേറിയിടിനാനേതും അറിഞ്ഞില്ല പൗരാജനങ്ങൾ അന്നേരം. സുമിന്ദ്രരും അയോധ്യാഭിമുഖം ഗമിച്ചിട്ടതാ തെറ്റെന്നു തെക്കോട്ടു തന്നെ നടാകൊണ്ടു. ചുറ്റും കിടന്ന പുരാവാസികളെല്ലാം പിറ്റന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതീ കുണ്ഠിതന്മാരായി പുരം പുക്കുമേവിനാൻ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനൂദിനം. പുത്രമിത്രാദികളോടുമിടാ ചേർന്നു ചിത്തശുദ്ധ്യാ വസിച്ചിടിനാനേവരും. അവർ രാമന് വല്ലാത്തൊരു ഇവരുടെ ആ സ്നേഹം കണ്ടപ്പോൾ വിചാരിച്ചു ഇവർ ഉണർന്നാൽ എന്നെ വിടില്ല. എല്ലാവരും കൂടി കാട്ടിലേക്ക് വന്നാൽ ഒരു ദിവസത്തേക്കൊക്കെ നമ്മളുടെ കൂടെ പലരും ഉണ്ടാവും. അത് അവർക്ക് ആ സൗഖ്യമാണ് അയോധ്യയിൽ നിന്ന് ലഭിച്ചത്. ആ ശ്രീരാമചന്ദ്രപ്രഭു അവിടെ രാജാവായിട്ടിരുന്നാൽ കൂടുതൽ സുഖത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് വാഴാം എന്നുള്ളതുണ്ട് അവരുടെ ഉള്ളിലുണ്ട്. കാരണം നല്ലൊരു രാജാവിനെ കിട്ടിക്കഴിഞ്ഞാലല്ലേ പ്രജകൾക്കൊക്കെ സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ നല്ലൊരു രാജാവ് വിട്ടു പോകണമെന്ന് പറയുമ്പോൾ സങ്കടം ഉണ്ടാവും. എന്നിട്ട് ഇതാ കൂടെ വന്നു. അഥവാ ഇനിയിപ്പോൾ ശരി ഇവർ കാട്ടിലേക്ക് പോയിച്ചാൽ 1-2 ദിവസം മാത്രമേ ഇവർ ഈ സന്തോഷത്തോടു കൂടി ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് ആ എത്ര സ്നേഹം രാമനോടുണ്ടായോ ഒരുപക്ഷെ അത്രയും വെറുപ്പുണ്ടായിക്കൂടാന്നൊന്നുമില്ല. മനുഷ്യൻ്റെ മനസ്സാണ്, എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞു മറിഞ്ഞു വരാം. ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഭാവമല്ല അവിടെ വന്നേക്കണം. കാരണം എന്താ വെച്ചാൽ എല്ലാവരും അവരവരുടെ ഒരു സുഖമാണ്. അതുകൊണ്ട് അത് രാമചന്ദ്രപ്രഭുവിനെ നമ്മൾ അങ്ങനെ ഒരു ഭാഗം കൂടിയും ഇതിൽ ചിന്തിക്കുകയാണ്. നമ്മൾ ഇതിൽ പറഞ്ഞതല്ല ചിന്തിച്ചതാണ്. അപ്പോൾ അത് ഇവരെ പറഞ്ഞയക്കില്ല. അതുകൊണ്ട് പോവാമെന്ന് പറഞ്ഞ് പോയി.
കാരണം അത് ചിന്തിക്കാൻ കാരണം എന്താ വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് നോക്കിയപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കാണാനില്ല, എങ്ങടാ പോയെന്ന് അറിയില്ല. എന്നാൽ രാമനെ അന്വേഷിച്ചിട്ട് അവർ പിന്നെ പോയില്ല. രാമൻ എങ്ങോട്ട് പോയിന്ന് അന്വേഷിച്ച് പോകണ്ടേ, അത് പോയില്ല. അവരെന്ത് ചെയ്തു, എണീറ്റിട്ട് രാമനെ കാണാനില്ല. അപ്പോൾ തിരിച്ച് രാമനെ ചിന്തിച്ച് അപ്പോൾ അവർക്ക് ആ രാമനോടുള്ള പ്രേമഭക്തി കൂടി. ആ ഭഗവാനെ ഇപ്പോൾ ഈ പറഞ്ഞോണം ഗോപികമാരെ വിട്ട് ആ കണ്ണൻ പിരിയുമ്പോൾ ആ ഗോപികമാർക്ക് എങ്ങനെയാണോ ആ കൃഷ്ണനോട് പ്രേമം കൂടിയത്, അതുപോലെ ഇവിടെയുള്ള ആ അയോധ്യാപുരവാസികൾക്കൊക്കെ ശ്രീരാമനിൽ അത്രയും ഒരു സ്നേഹം എപ്പോഴും ആ ചിന്തിക്കുകയാണ്. അങ്ങനെ ആ രാമചിന്തയോട് കൂടിയിട്ട് ഇരിക്കുന്നത് കൊണ്ട് എന്തുണ്ടായി, പുത്രങ്ങളോടും മിത്രാദികളോടൊക്കെ കൂടിയിട്ട് ചിത്തശുദ്ധി ഉണ്ടായി അവർക്ക്. എപ്പോഴും ആരെയാണ് ചിന്തിക്കണേ, ശ്രീരാമസ്വാമിയെ ചിന്തിക്കണേ. അപ്പോൾ അവരുടെ ആ ചിത്തശുദ്ധി ഉണ്ടായി. അപ്പോൾ അവർക്ക് ചിത്തശുദ്ധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ എന്താ ഉണ്ടാവണേ, സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് രാമനെ ചിന്തിച്ച് കൊണ്ടിരിക്കണത് കൊണ്ട് അവരുടെ മനസ്സൊക്കെ ശുദ്ധമായി. രാമനെ ചിന്തിച്ചിട്ട് എല്ലാവരും അവിടെ ഇരിക്കുന്ന സമയത്ത് മംഗലാദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം ബുക്കു ജാനകി തന്നോടും മംഗളസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിദൂരേ മരുവീടിനാൻ ദാശാരഥീയം വിദേഹാതനൂജയും ശിശുപാമൂലേ സുഖേന വാണിടിനാൻ ജാനകീ ജീവനസ്മരണം. സമയത്രയായി എന്ന് പറയോ? അപ്പോൾ ഈ ഗുഹസംഗമം കൂടി വായിച്ചിട്ട് ഇവിടെ സമർപ്പിക്കാം. രാമഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ ബക്കുക മനസ്സോടു ഭക്തിയൈവ സത്വരം ബക്കുക ഫല മധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തിയൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്ത് എഴുന്നേൽപ്പിച്ചു വക്ഷസി ദുഷ്ട്യാ ഗാഠമാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചാവിലോചനം തന്തിരു മേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹാനുമരുൾ ചെയ്തു ധന്യനായ നടീയൻ ഇന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതാമത്ര വസിച്ചരുളിയിടണം. അന്തഃപുരം മമാശുദ്ധമാക്കിയിടണം. മന്ദർമുദാ പത്മരേണുക്കളാൽ മൂലാഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനീവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മദീയം മമ സഖേ. സൗഖ്യാമിതിൽ പരാമില്ല എനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നും അന്യേ വനവാസകാലം കഴിയുവോളം രാജ്യം മമൈതത് ഭവൻ സഖീയല്ലോ പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടു വരിക വടക്ഷീരമാശു നീ. തക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടു കലർന്നു രഘുത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായോരു ജടാമകൂടത്തോടും സോദരൻ തന്നാൽ കുശാദലാദ്യങ്ങളാൽ സാദരാമസ്തൃതമായ തൽപ്പസ്ഥലെ പാനീയമാത്രമായി അശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ. പ്രാസാദമോഗ്നിപര്യങ്കേ യഥാപുര വാസവും ചെയ്തുടങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹാനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ വർണ്ണതൽപേ ഭുവീതാരമൂലെ കിടന്നർണോജനേത്രനുറങ്ങുമാറായതു. സ്വർണതൽപേ ഭുവനോത്തമേ സത്പുരേ പുണ്യാപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പ് കൊള്ളും
മുന്നം ഇന്നിഹ പല്ലവ വല്യങ്കസീംനി വനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണാഭൂതയായി വന്നിതു കൈകേയി. മന്ധരാചിത്തസ്ഥമായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളാഹന്ത സൗമിത്രിയും സത്വരം ഉത്തരം ചൊല്ലിനാൻ. ഭദ്രാമതേ ശൃണു മധ്വജനൻ രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർ ജഗത്രയേ കസ്യ സുഖസ്യ കോ അഭി കസ്യ സുഖസ്യ വാ കോഭിഹേതു സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖ ദുഃഖ കാരണം. ദുഃഖാസുഖങ്ങൾ ദാനം ചെയ്വതിന് ആരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകന്മമാ സുഖദാതാ ജഗതി മറ്റേകന്മമാ ദുഃഖദാതാ വിധിവൃഥ. തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതിന്നു കർത്താവെന്നു തോന്നുന്നു മനസാദാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജകർമ്മ സൂത്രബദ്ധം സഖേ. ഭോഗങ്ങളും നിജകർമാനുസാരികൾ. മിത്രാദ്യുദാരസീന ബാന്ധവദ്വേഷം മധ്യസ്ഥ സുഹൃദ് ജനാഭേദബുദ്ധിഭ്രമം. ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യത്തെ തത്ര യഥാ തഥാ. ദുഃഖാസുഖം നിജകർമാവശകതമൊക്കെ എന്നുൾക്കാമ്പുകൊണ്ടു നിനച്ചതിൽ ഹരേ കൃഷ്ണ. യദ്യദ്യതാഗതം തത്ര കാലാന്തരേ ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദ ഹർഷാദികൾ ചിത്താശുഭാശുഭ കർമ്മഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലാമില്ല ദുഃഖാനന്തരം സുഖം ന്യൂനം ദിനാരാത്രി പോലെ ഗതാഗതം. മാനസേ ചിന്തിക്കിലത്രയുമില്ലടോ. ദുഃഖമധ്യേ സുഖമായി വരും, പിന്നെ സുഖം ദുഃഖമധ്യസ്ഥ സംസ്ഥതമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായേവനും ഉണ്ടു ജലപങ്കമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജന ഹൃദി ശോകാഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാമരൂകുന്നു ബുധജനം. ദൃഷ്ടമെല്ലാം മഹാമായ ഭാവന നിത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രാനുദിച്ചു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകെന്നിപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനൻ. സ്വാമി നിയം ദ്രോണിക സമാരുഹ്യതാം സൗമിത്രണാജനകാത്മജയ സമം. തോണി തുഴയുന്നതു മടിയൻ തന്നെ മനവാവീര മമ പ്രാണവല്ലഭ. ശൃംഗവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലാദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറി. ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതാമായൊരു തോണി കരേറിനാൻ. ജാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിതു തോണിയും. മംഗലാഭാംഗിയം ജാനകീദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമസ്തുതേ. സംഗേന ശംഭുതന്മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമാവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങു വന്നാൽ വലിയ പൂജകൾ നൽകുവൻ. രക്ഷിച്ചു കൊൽക നീ ആപത്തു കൂടാതെ. ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം
സത്വരം ഭാരകൂലം ഗമിച്ചിടിനൻ തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടാകൊള്ളുവതിനടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവീനല്ലായെങ്കിൽ ഏണാംഗബിംബാനനാജഗദീപതേ നൈഷതാവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവൻ അരുൾ ചെയ്തു സത്യം 14 സംവത്സരം വിപിനിത്തിങ്കൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്താവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ സത്യാവിരോധം വരാ രാമഭാഷിതം മിത്തമോരോരോ വിധാമരുളി ചെയ്തു ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകെന്നയച്ചു രഘുത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം ബുക്കു ചിന്തിച്ചു മരുവിനാൻ ജാനകീ ജീവനസ്മരണം. പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. അതായത് കൗസല്യ പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട് കാട്ടിലേക്ക്, നീ പോവുകയാണെങ്കിൽ ഞാനും വരുന്നുണ്ട്. ലക്ഷ്മണൻ പറയുന്നുണ്ട്, സീത പറയുന്നുണ്ട്, പിന്നെ പലരും പറയുന്നുണ്ട് ഞാനും കൂടെ വരുന്നുണ്ടെന്ന്. പക്ഷേ അവരെയൊക്കെ ഗുഹനെ വരെ ഓരോന്ന് പറഞ്ഞ് തിരിച്ചയക്കണം. പക്ഷേ ലക്ഷ്മണനെയും സീതയെയും അവരുടെ ദൃഢത അത്രയുണ്ടെന്ന് ഭഗവാൻ അറിയാണ്. ആ ദൃഢത മനസ്സിലാക്കിയിട്ട് അവർ കൂടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഭഗവാനോട് പറയുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നാമം ജപിച്ചോളൂ, അത് നേരെയാവും എന്ന് നമ്മൾ പറയണം. അപ്പം നമ്മളെല്ലാവരും ഒരുപോലെ ഇരുന്ന് നാമം ജപിക്കണം. പക്ഷേ ചില ആൾക്കാരുടെ കാര്യങ്ങൾ നേരെയാവുന്നുണ്ട്, ചില ആൾക്കാരുടെ കാര്യങ്ങൾ നേരെയാവണില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കണം എല്ലാവരും ഒരുപോലെയല്ലേ ജപിച്ചത്, പിന്നെ എന്താ ഇങ്ങനെ വരാമെന്ന് വിചാരിച്ചാൽ ആ ജപിക്കുന്നവരുടെ ഉള്ളിലുള്ള ദൃഢതയ്ക്കനുസരിച്ചിട്ടാണ് അതിരിക്കുക. നമുക്ക് എത്ര ഉറപ്പുണ്ട് ഉള്ളിൽ, അത് ഭഗവാനറിയാം. അത് മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ അതിൻ്റെ ഫലം നമുക്ക് അനുഭവമാവണത്. മറ്റത് എന്താണെന്ന് വെച്ചാൽ ആ ദൃഢതയില്ല, അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിലും അത്ര ഉറപ്പില്ല. അതിനെ സീതയെ എന്തൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ട് സീത പിന്തിരിഞ്ഞിട്ടില്ല. അപ്പോൾ അത് സീതയെ കൂടെ കൂട്ടി. എന്നാൽ ലക്ഷ്മണനോട് ഒന്നും പറഞ്ഞില്ല, നീ കൂടെ പോന്നോളാൻ പറഞ്ഞു. കാരണം ലക്ഷ്മണനെ അത്രയ്ക്ക് അറിയാം, ആ ഭഗവാനെ ആ ലക്ഷ്മണൻ്റെ മനസ്സറിയാം, ലക്ഷ്മണൻ എന്താണെന്നറിയാം. അങ്ങനെയാണ് ഓരോരുത്തരും പറയുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ നമ്മളെ അറിയണത് ആരാ? ഈശ്വരനാണ് അറിയുക. അപ്പോൾ ഓരോരുത്തരുടെയും ആ വാസനാഫലം അനുസരിച്ചിട്ട് അവരുടെ ആ ദൃഢമായ തപസ്സനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോന്നും അനുഭവമായിട്ട് തീരണത്. അപ്പോൾ നമുക്ക് അത് അനുഭവമാവണില്ല എന്നുണ്ടെങ്കിൽ 2 കാര്യം കൊണ്ട് നമുക്ക് അനുഭവമാവാണ്ടിരിക്കും. ഒരെണ്ണം നമുക്ക് ദൃഢത പോരാന്നുള്ളത് കൊണ്ട്, മറ്റതൊന്നും എന്താണെന്ന് വെച്ചാൽ ഈ കർമ്മപ്രാരാബ്ധം നമ്മൾ അനുഭവിച്ച് തന്നെയാകണം, എന്നാലാണ് നമുക്കത് ഗുണം ഉണ്ടാവുള്ളൂ. അതാണ് 2 കാര്യങ്ങൾ. ഈ ഒരു കർമ്മപ്രാരാബ്ധം നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. അപ്പോൾ അത് അനുഗ്രഹമാണ് ഭഗവാന്റെ. അത് അനുഭവിച്ച് നമ്മുടെ ആ ജന്മദുരിതങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 നിലയ്ക്കുമാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഏത് നിലയ്ക്കാണ് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് നിശ്ചയമില്ല. അപ്പോൾ നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഉറപ്പിക്കുക നമ്മുടെ ജപത്തിന് ദൃഢത പോരാ, കുറച്ചും കൂടി ദൃഢമായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് നാമം ജപിക്കാം. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ആ നാമം എത്ര ജപിച്ചാലും അത് അത്രയും പരിശുദ്ധമാവാൻ തന്നെയാണ്. എത്ര ജപിച്ചാലും അല്ലേ. പണ്ടുള്ളവർ പറയില്ലേ, നെയ്യ് ഏറിയോണ്ട് അപ്പം കേടാവില്ല എന്ന് പറയണ പോലെ ഇത് എത്രയായാലും. പക്ഷെ അതൊക്കെ നമ്മളങ്ങനെ പറയും വെച്ചാലും നെയ്യ് നല്ലോണം ഇട്ടുള്ള അപ്പം കഴിച്ചാൽ ചിലപ്പോൾ കഴിക്കണവർക്ക് അജീർണം വന്നു വരും. പക്ഷേ ഇത് എത്രയായാലും നമ്മളെ ജീർണത ഇല്ലാണ്ടാക്കാനാണ്. എത്ര അധികമാവില്ല, നാമം ജപിക്കണത് അധികമാവില്ല. കാരണം നമ്മളൊന്നും ജപിച്ച് തുടങ്ങിയിട്ട് തന്നെ ഇല്ല, പിന്നെ ഇങ്ങനെ അധികമാവണേ. കുട്ടികൾ 100 പ്രാവശ്യം എഴുതാൻ പറഞ്ഞാൽ ഒരു 5 പ്രാവശ്യം എഴുതിയാൽ തൊട്ടിട്ട് എണ്ണി നോക്കുക. 1 2 3 4 5 ഇമ്പോസിഷൻ എഴുതാൻ കൊടുക്കുകയാണേ. അപ്പോൾ എണ്ണി നോക്കുക 5, പിന്നത്തെ 2 എണ്ണം എഴുതി ആദ്യം എണ്ണും. 7 ആയിട്ടുള്ളൂ, 100 ആയിട്ടില്ല എന്നറിയാം. 4 ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും 100. അതുപോലെ നമ്മൾ വിചാരിക്കുക കുറേ എഴുതിയെന്നാണ് ആ കുഞ്ഞിൻ്റെ വിചാരം. അതുപോലെ നമുക്ക് തോന്നുന്നത് നമ്മൾ കുറേ ജപിച്ചു എന്ന്. നമ്മളൊന്നും ജപിച്ചിട്ടില്ല, ജപിക്കാനായിട്ട് തുടങ്ങണേ ഉള്ളൂ. അങ്ങനെ ആ ഗംഗാനദിയുടെ തീരത്ത് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ആ ശൃംഗിവേരപുരത്തിലുള്ള അവിടുത്തെ രാജാവായിട്ടുള്ള ഗുഹൻ കേട്ടറിഞ്ഞിട്ട് ആ സാധനങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുവന്ന് അവരുടെ കൊട്ടാരത്തിൽ നിന്നുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമസ്കരിച്ച് പറഞ്ഞു, ഇനി അവിടെയല്ലേ അയോധ്യയിൽ താമസിക്കണില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഉപേക്ഷിച്ചേക്കണേ, ഇവിടെ താമസിക്കാം, ഇത് അങ്ങയുടെ നാട് തന്നെയാണ്, എൻ്റെ അന്തഃപുരം അങ്ങയുടെ അന്തഃപുരം തന്നെയാണ്, അങ്ങ് ഇവിടെ താമസിക്കണം, ഞാൻ കൊണ്ടുവന്ന ഭക്ഷണങ്ങളൊക്കെ സ്വീകരിക്കണം എന്ന് പറയും. അപ്പോൾ പറയും, ഇത് പറയാൻ തോന്നിയല്ലോ, അത് തന്നെ ഒരുപാട് സന്തോഷം. ഈ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
പക്ഷേ ഞാൻ ഒരു സത്യം 4 വർഷം കാട്ടിൽ വസിക്കണം എന്നാണ് അമ്മ പറഞ്ഞേക്കണേ. അപ്പോൾ ആ വനവാസം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അത് എവിടെ ചെന്ന് താമസിക്കായാലും അത് ആ പറഞ്ഞ വാക്കിന് വിരോധമായിട്ട് തീരുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ വനവാസത്തിൽ 14 വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഗ്രാമങ്ങളിൽ വസിക്കുള്ളൂ, അവിടെ നിന്നുള്ള ആ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുള്ളൂ എന്നുള്ളത് ഇതാ പറയണു. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തൽക്കാലം ഇത് എൻ്റെ രാജ്യം തന്നെയാണ്, നീ എൻ്റെ സുഹൃത്തുമാണ്, ഞാൻ ഭരിച്ചാലും നീ ഭരിച്ചാലും ഒരുപോലെയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കുകളെ കൊണ്ട് സന്തോഷിപ്പിച്ച് അവിടുന്ന് ഈ പേരാലിൻ്റെ കറ കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ആ മുടിയൊക്കെ ജടാമകുടാക്കിയിട്ട് കെട്ടിക്കിട്ട് ആ താപസ വേഷമാക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി അതാ അവിടെ രാത്രിയായപ്പോൾ അതാ മരത്തിൻ്റെ ചുവട്ടിൽ കുറേ പുല്ലുകളും ഇലകളൊക്കെ വെട്ടിയിട്ടിട്ട് അവിടെയാണ് കിടന്നുറങ്ങണത്. അങ്ങനെ ഉറങ്ങണ കണ്ടപ്പോൾ ഗുഹന് സഹിക്കാൻ സാധിച്ചില്ല. ഉറക്കെ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, കഷ്ടമായിപ്പോയി, ഈ വിധം ഇങ്ങനെ ആവാൻ കാരണം കൈകേയി അല്ലേ. ആ മന്ധരയുടെ വാക്ക് കേട്ടിട്ട് കൈകേയി എന്തിനാണ് ഇനി പോയത്, ആ കൈകേയിയുടെ വാക്ക് എന്തിനാണ് രാജാവ് കേട്ടത് എന്നൊക്കെ പറഞ്ഞ് സാധാരണ ആൾക്കാർ പറയണ പോലെ നമ്മളും അങ്ങനെയാണല്ലോ പറയുക. ഒരു ദുഃഖം കാണുമ്പോൾ കഷ്ടം ഒരു കാരണം കൊണ്ടല്ലേ അവരെന്തിനേ ഇത് ചെയ്തേ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് ലക്ഷ്മണൻ പറയണു, അത് ഇതൊന്നും പറയണ്ട. ഒരാളുടെ ദുഃഖം കാണുമ്പോൾ നമ്മൾ അവരെന്തിനാ അങ്ങനെ ചെയ്തേ ഇവരെങ്ങനെ ചെയ്തപ്പോൾ ഭഗവാൻ പറഞ്ഞു തരണു നമുക്ക്. മറ്റുള്ളവർ അങ്ങനെ കാണുമ്പോൾ അവരുടെ വിഷമം കാണുമ്പോൾ ഈശ്വര കഷ്ടമായിപ്പോയി അത് ചെയ്തുകൊണ്ടല്ലേ എന്നൊന്നും പറയാൻ നിൽക്കണ്ട. എന്തേ വേണ്ടേ, രാമനാമത്തെ ജപിക്കൂ. അതാ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നണ്ട അവർ ചെയ്തില്ലേ ഇവർ ചെയ്തില്ലേ എന്ന് തോന്നണ്ട. ഈ വന്നതിനെ ആ നാമം ജപിച്ചോളൂ. നാമം ജപിക്കുകയല്ലാണ്ട് വേറൊരു വഴിയില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഈ തോന്നൽ വരുന്നത് നമ്മുടെ മനസ്സിൻ്റെ ദോഷം കൊണ്ടാണ്. അപ്പോൾ ആ മനസ്സ് ശുദ്ധമാവാൻ വേണ്ടിയിട്ട് നാമം ജപിക്കൂ. ആരുടെ ദുഃഖത്തിനും ഒരാളും കാരണക്കാരനല്ല. ഓരോരുത്തർ ആ മുൻജന്മത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ടാണ് ഈ ദുഃഖങ്ങളൊക്കെ വന്ന് അനുഭവിക്കുന്നത്. ആ സുഖവും ദുഃഖവും ഒരാളെ സുഖിപ്പിക്കാനും പറ്റില്ല. നമ്മൾ ആലോചിച്ച് നോക്കില്ല, ഒരാളെ സന്തോഷിപ്പിക്കണം എന്ന് വിചാരിച്ച്, എൻ്റെ അനുഭവം കൊണ്ടാട്ടോ ഞാൻ പറയണേ, സന്തോഷിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് എത്ര പരിശ്രമിക്കാവുന്നോ അതിൻ്റെ അറ്റം വരെ പരിശ്രമിച്ചിട്ടും അവർക്ക് ആ സന്തോഷം ഉണ്ടായിട്ടില്ല. നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ ആരെയും ദുഃഖിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ട് അതിനും പരിശ്രമിച്ചു. പക്ഷേ നമ്മൾ മുഖാന്തരം പലരും ദുഃഖിക്കേണ്ടിയും വന്നിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ചെയ്യുന്ന വാക്കാവാം, പ്രവൃത്തിയാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവർക്ക് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടാവാം ദുഃഖിച്ചിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം പ്രയാസമുണ്ടാക്കിയിട്ട് ഒരു കാലത്ത് അത്രയും സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്തിനാ ഭഗവാനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളതല്ലെന്ന് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ. പക്ഷേ ആ രാമായണം വായിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്ക് ശരിക്കും ഇതിൻ്റെയൊക്കെ മനസ്സിൽ നമ്മളൊരാളെയും സുഖിപ്പിക്കണമില്ല, സന്തോഷിപ്പിക്കണമില്ല. നമ്മളെ കൊണ്ട് പറ്റില്ല ആരെയും സന്തോഷിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും പറ്റില്ല. കാരണം ആ സുഖം നൽകണത് ഇന്നലെ പറഞ്ഞില്ലേ മനസ്സാണ്. അത്രയും കാലം സുഖം മാത്രം നൽകി കൈകേയിയെ കണ്ടപ്പോൾ അത്രയും വലിയ തന്നെ തിന്നാൻ വന്നിരിക്കണ വലിയ ഒരു ആ ക്രോധത്തോടെ ഇരിക്കണ ഒരു കടുവയെ പോലെ പേടിച്ചു എന്ന് പറയണില്ലേ. അപ്പോൾ അത്രയും കാലം സന്തോഷമായിരുന്നു, സുഖമായിരുന്നു. പിന്നെ ഇപ്പോൾ ദുഃഖമായി ഭയമായി മാറാൻ കാരണം മനസ്സാണ്, ആ മനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ആ പറയണത് അറിവില്ലാത്തവർക്കാണ്. അറിവുള്ളവർക്ക് അങ്ങനെയുള്ള വിചാരമൊന്നും ഉണ്ടാവില്ല. നമുക്ക് വെറുതെ തോന്നണം ഞാനിത് ചെയ്യണു, ഞാൻ അങ്ങനെ ചെയ്യണു, ഇങ്ങനെ ചെയ്യണു എന്നുള്ള വർത്തമാനങ്ങൾ വെറുതെ തോന്നുകയാണ്. അതിന് ഒന്നും പറയണില്ല. ഞാനിവിടെ ഒരു ഉദാഹരണം പറയാം. ആദ്യത്തെ തവണ പേര് പറയണില്ല ഞാൻ. ആദ്യത്തെ തവണ ഇവിടെ ഭാഗവതം ഇന്ന് ഞാനത് ചിന്തിച്ചു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഭാഗവതം സപ്താഹം ഉണ്ടായപ്പോൾ പൂർണ്ണമായിട്ടും ഭാഗവത സപ്താഹത്തിൽ പങ്കെടുത്ത ഒരാളുണ്ട്. അപ്പോൾ ആ ആൾ ഈ അമ്പലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞ് കരഞ്ഞു എൻ്റെ അടുത്ത്. ഭഗവാന്റെ മാഹാത്മ്യം പറഞ്ഞിട്ട് കരഞ്ഞു. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു സ്ഥിരമായിട്ട് അപ്പോൾ ഈ സത്സംഗങ്ങളൊക്കെ ഉണ്ട്, പറ്റണ സമയത്തൊക്കെ വരും. അപ്പോൾ ജോലിയും കാര്യങ്ങളും പ്രാരാബ്ധങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലില്ല, എപ്പോഴെങ്കിലും ഒരിക്കൽ പ്രാരാബ്ധം ഇല്ല ഉണ്ടാവുമല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും മതി ഒരു ഇതായെങ്കിലും വരണം എന്നൊക്കെ വളരെയധികം പറഞ്ഞു. അത് കഴിഞ്ഞ് ആ സപ്താഹം അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം ഇയാളെ ഈ നിമിഷം വരെ ഞാൻ റോട്ടിൽ വെച്ചിട്ട് ഒരു ദിവസം കണ്ടു, എന്നല്ലാണ്ട് കണ്ടിട്ടില്ല. ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് കണ്ടിട്ടില്ല. പണ്ട് കാലത്ത് ഈ അമ്പലം ഇങ്ങനെ ആവാനായിട്ട് പരിശ്രമിച്ചതിൽ ഒന്നാമനാണ് എന്നാണ് എന്നോട് പറഞ്ഞ്. പിന്നെ ഈ നിമിഷം വരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ചെയ്യണു എന്നുള്ള ഭാവത്തിൽ ചെയ്തിട്ട് കാര്യമില്ല.
ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഭഗവാൻ നമുക്ക് തന്ന, ഭഗവാന് സേവ ചെയ്യാൻ തന്നൊരവസരമാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ സാധിച്ചുല്ലോ ഭഗവാനെ. അത് ഭഗവാന്റെ ആ അപാരമായ കൃപ കൊണ്ടാണ്, ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ, അങ്ങ് എന്നെ ഏൽപ്പിച്ച ഈ പ്രവൃത്തി പരമാവധി സത്യസന്ധമായിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് വേണ്ടതുപോലെ ചെയ്തു തീർക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. അതിൻ്റെ വരും വരായ്മകളൊക്കെ ക്ഷമിക്കണേ. കാരണം എൻ്റെ ഉള്ളിലിരുന്നിട്ട് അങ്ങ് തന്നെയാണ് ഇത് ചെയ്യണത് എന്നുള്ളൊരു ഭാവമാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ അതാണ് പറയണത്, ഞാനാണ് ചെയ്യണത് എന്നുള്ള തോന്നലുണ്ടാവുന്നത് അറിവില്ലാത്തത് കൊണ്ടാണ്. വെറുതെ മിഥ്യാഭിമാനമാണത്. എല്ലാവർക്കും ആ നമ്മളെല്ലാവരും എങ്ങനെയാണ് കർമ്മങ്ങളാകുന്ന ഒരു ചരടിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം കെട്ടുപാടുകളുണ്ട്, കർമ്മബന്ധങ്ങൾ എന്ന് പറയും. ഈ മഹാദേവനോട് പ്രാർത്ഥിക്കും, എന്താണ് ബന്ധുക്കളുണ്ടായി, ആ ശങ്കരധ്യാന പ്രകാരത്തിലുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എനിക്കിതിൻ്റെ അർത്ഥം മനസ്സിലായിണ്ടായില്ല. ബന്ധുക്കളുണ്ടായി വരേണമെന്നീശ്വര, ബന്ധമോക്ഷം വരുത്തിയിടേണം ഈശ്വര. അപ്പോൾ ഞാൻ എനിക്ക് ബന്ധുക്കൾ ഉണ്ടാവണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതിൻ്റെ മുന്നേ ബന്ധമോക്ഷം എന്ന് വെച്ചാൽ അപ്പോൾ ബന്ധുക്കൾ ഇല്ലാണ്ടാവണം എന്നല്ലേ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല, അർത്ഥമൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതാ പറഞ്ഞത്, നമുക്കത് ഓരോന്നും തെളിഞ്ഞ് വരിക ഇതുപോലെ കേൾക്കുമ്പോൾ. അപ്പോൾ ബന്ധുക്കൾ ഉണ്ടാവണം വെച്ചാൽ നമ്മൾ വിചാരിക്കണ പോലെയുള്ള ബന്ധുക്കളല്ല പറയണേ. കൃഷ്ണ ബന്ധുക്കൾ ഉണ്ടായി വരട്ടെ, അതായത് സത്സംഗത്തിന് വേണ്ടിയിട്ട് ബന്ധുക്കൾ ഉണ്ടാവും. അപ്പോൾ അവരിൽ നിന്ന് നല്ല നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ കർമ്മബന്ധത്തിൽ നിന്ന് നമുക്ക് മോക്ഷം ലഭിക്കും. അതാണ് ബന്ധുക്കൾ ഉണ്ടായി വരേണം എന്നീശ്വര, ബന്ധമോക്ഷം വരുത്തിയിടേണം ഈശ്വര എന്നുള്ള പ്രാർത്ഥനയുടെ അർത്ഥം അതാണ്. നമുക്കതൊന്നും നിശ്ചയമില്ലാണ്ടാണെങ്കിലും നമ്മളത് ചൊല്ലിയപ്പോഴും, അറിവില്ലാണ്ടാണെങ്കിലും നമ്മളത് ചൊല്ലിയപ്പോൾ ഇന്ന് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് ആ വാക്കുകൾ ഭഗവാൻ വേണ്ടതുപോലെ സ്വീകരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറയണത് ഈശ്വരൻ കേൾക്കണില്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് അറിവില്ലാണ്ട് നമ്മൾ പറഞ്ഞതാണ്, എന്താ അർത്ഥം എന്നും കൂടി അറിയാണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് ബന്ധുക്കളെ ഇഷ്ടം പോലെ ബന്ധുക്കളാണ്. അപ്പോൾ ഓരോ കർമ്മപ്രാരാബ്ധത്തിൻ്റെ ബന്ധങ്ങൾ, ആ ചരടുകൾ, നമ്മൾ ആ ചരടുകളുടെ ബന്ധനത്തിൽ ഓരോന്ന് കെട്ടഴിഞ്ഞ് പോവുകയാണ് വേണ്ടത്. അപ്പോൾ ആ നമുക്ക് അനുഭവിക്കുന്ന സുഖഭോഗങ്ങൾ എന്താ? ഈ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ്, നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ സുഖഭോഗങ്ങൾ അത് കൂട്ടുകാരനും ശത്രുവും മിത്രമല്ലാത്തവ, അങ്ങനെ പല വിധത്തിലുള്ള ചിന്തകളൊക്കെ നമുക്ക് വെറുതെ തോന്നുകയാണ്. ഇതൊക്കെ നമ്മുടെ കർമ്മബന്ധങ്ങളെ കൊണ്ട്, പൂർവ്വജന്മാതീത കർമ്മങ്ങളെ കൊണ്ട് ചിലർ തമ്മിൽ കുറച്ച് കൂടിച്ചേർന്നിരിക്കും. അവരുടെ ആ കർമ്മപ്രാരാബ്ധം തീർന്നാൽ അവർ നീങ്ങിപ്പോണു. ചിലപ്പോൾ ചിലർ തമ്മിൽ നന്നായിട്ടിരിക്കണവർ ശത്രുക്കളായിട്ട് പോണു. ഇതൊക്കെ പൂർവ്വജന്മമായിട്ടുള്ള നമ്മുടെ കർമ്മബന്ധങ്ങളെ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ സുഖങ്ങളായാലും ആ കർമ്മങ്ങളെ കൊണ്ട് ദുഃഖങ്ങളായുണ്ട്. അതുകൊണ്ടാണ് മുജ്ജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനക്കിഹ വച്ചൻ, ജനിമരണങ്ങളെനിക്കിനു വേണ്ട പരിപാലയമാം നാരായണ ജയ എന്ന് പറഞ്ഞ് ഭഗവാന് സമർപ്പിക്കണത്. കാരണം ജന്മാതീതമായിട്ടുള്ള എല്ലാ കർമ്മപ്രാരാബ്ധങ്ങളും ഭഗവാനെ അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കണു. ഇനി ജനന മരണങ്ങളിൽ നിന്ന് ഈ കർമ്മപ്രാരാബ്ധങ്ങൾ, സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നത് കർമ്മങ്ങളിൽ നിന്നാണ്. ആ കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ജനന മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഇല്ലാണ്ടാക്കണമെങ്കിൽ ഈ കർമ്മപ്രാരാബ്ധങ്ങൾ ഇല്ലാണ്ടാവണം, കർമ്മം ചെയ്യണതിൻ്റെ ഫലം ഇല്ലാണ്ടാവണം. അപ്പോൾ എല്ലാ കർമ്മവും ഈശ്വരന് സമർപ്പിച്ചാൽ ആ കർമ്മഫലം ഉണ്ടാവില്ല. അപ്പോൾ ജനന മരണങ്ങളിൽ നിന്ന് രക്ഷ നേടും. അങ്ങനെയാണ് മരണത്തിൽ നിന്ന് ജയിക്കാൻ പറ്റുക. അല്ലാണ്ട് ശരീരത്തിൽ നിന്ന് ജയിക്കുകയല്ല. നമ്മൾ ശാശ്വതമായിട്ട് ആ ഭഗവാനിൽ ചേരുമ്പോൾ ജനന മരണങ്ങളിൽ നിന്ന് ജയിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കർമ്മങ്ങൾ അപ്പോൾ വന്നു ചേരണത്, ഇപ്പോൾ കർമ്മങ്ങൾക്കനുസരിച്ച് വന്നു ചേരുന്ന സുഖം ദുഃഖമായാലും അത് എൻ്റെ കർമ്മം കൊണ്ട് വന്നു ചേർന്നതാണെന്നനുസരിച്ചിട്ട് ആ ദൃഢമായ ആ ഒരു ദൃഢതയോട് കൂടിയിട്ട് അതിനെ നേരിടാൻ നമുക്ക് കഴിയും. അതേസമയം സുഖങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് നമ്മൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഉപേക്ഷിച്ചാൽ ആ സുഖം പോലും നമുക്ക് പൂർവ്വജന്മം ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് അനുഭവിക്കാനുള്ളതാണ്. അതിനെ നമ്മളായിട്ട് വേണ്ടാന്ന് വെച്ചാൽ പിന്നെയും ജനിക്കേണ്ടി വരും അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നിനെയും നമ്മളായിട്ട് നിഷേധിക്കേണ്ട, നമ്മളായിട്ട് സ്വീകരിക്കേണ്ട. എന്തു വന്നാലും ഈശ്വരേച്ഛ എന്നുള്ള ഭാവത്തിൽ സ്വീകരിക്കുക, എല്ലാ കർമ്മങ്ങളും ഈശ്വരൻ്റെ പാദത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയണം.
അപ്പോൾ അശുഭമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ വന്നാലും അതുകൊണ്ട് നല്ല കാര്യങ്ങൾ വരുമ്പോൾ കുറേ സന്തോഷിക്കുക, ചീത്ത കാര്യങ്ങൾ വരുമ്പോൾ വല്ലാണ്ട് സങ്കടപ്പെടുകയൊന്നും ചെയ്യണ്ട. അത് ഈ ഒരു സത്യം മനസ്സിലായാൽ നമുക്ക് അതുണ്ടാവില്ല. വല്ലാണ്ട് പലരും പറയില്ലേ, അല്ലാണ്ട് സന്തോഷിക്കേണ്ട, ദുഃഖിക്കേണ്ടി വരും എന്ന് പറയണില്ലേ, അത് അറിവില്ലാണ്ട് പറയണതാണെങ്കിലും ഈ സുഖം കുറച്ച് ദുഃഖം, കുറച്ച് സുഖം കുറച്ച് ദുഃഖം, ഇത് കൂടിച്ചേർന്നതാണ് ജീവിതം. ഈ സുഖദുഃഖങ്ങളെ അനുഭവിക്കാനാണ് മനുഷ്യ ശരീരം. ഓരോ ജീവനും ആ കർമ്മപ്രാരാബ്ധങ്ങളെ അനുഭവിച്ചുകൊണ്ട് ഈശ്വരനാമം ജപിച്ചുകൊണ്ട് പുരാണാദികൾ ശ്രവിച്ചുകൊണ്ട് ഈശ്വരനോട് ആ മനസ്സ് നാമം ജപിച്ച് മനസ്സ് പരിശുദ്ധമാക്കി കഴിഞ്ഞാൽ അതാണ് വേണ്ടത്. അല്ലാണ്ട് അമിതമായിട്ടുള്ള ആഹ്ലാദിക്കുകയും അമിതമായിട്ട് ദുഃഖിക്കുകയും പാടില്ല എന്ന് പറയണം. ചിലപ്പോൾ ദുഃഖങ്ങൾ, രണ്ട് ദുഃഖത്തിനിടയ്ക്ക് ഒരു കൊച്ചു സുഖമേ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മൾ ആ സുഖത്തിന് വേണ്ടിയിട്ടാണ്, ആ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രയത്നിക്കും. ആ പ്രയത്നിക്കുന്നത് മുഴുവനും ദുഃഖമായിരിക്കും. അത് കഴിഞ്ഞിട്ട് അത് നേടിക്കഴിഞ്ഞാലോ പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാണ്ട് പൈസ കൂട്ടി വെച്ച് ഇതൊക്കെ മേടിച്ച് ഒരു വാഹനം വാങ്ങി, ആ വാഹനം വാങ്ങി അടുത്ത ദിവസം കൊണ്ട് അതിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് വിചാരിക്കുക, ഒരു ആക്സിഡൻറ്റ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അതിന് കേടായി, പിന്നെ അതിൻ്റെ ഇരട്ടി അതിന് പൈസ ചിലവാക്കണം. ഇതിനോട്ട് ഉപേക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ അത് ആദ്യം സുഖം തന്ന വണ്ടി എന്തുണ്ടായി, ഇപ്പോൾ ദുഃഖമായി എന്നുള്ള പോലെയാണ് ഓരോന്നും. സുഖങ്ങളും ദുഃഖമാണ് കൂടുതലുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു തെളിച്ചം പോലെ ഇത്തിരി സുഖമേ കാണുന്നുള്ളൂ. ആ സുഖത്തിൻ്റെ അളവ് കുറവാവണോണ്ടാണ് നമുക്ക് ആ സുഖം വേണം എന്നുള്ള ചിന്ത. അതും ഭഗവാന്റെ കാരുണ്യമാണ്. കാരണം ഈ ഇത്തിരി സുഖത്തിനേക്കാളും എത്രയോ വലുതാണ് ഈശ്വരനെ അറിഞ്ഞാലുള്ള ആനന്ദമാകുന്ന ആ നിത്യമായ പരമാനന്ദത്തിൻ്റെ പരമാനന്ദം. അതിനില്ല അല്ലേ. സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്, സന്തോഷം ഉണ്ടെങ്കിൽ സന്താപമുണ്ട്, ഒക്കെ ദ്വന്ദ്ങ്ങളാണ്. പക്ഷേ ആനന്ദം ഉണ്ടെങ്കിൽ ആനന്ദമുള്ളൂ, വേറെ ഇല്ല. അതിന് ദ്വന്ദ്വമില്ല, അത് ഏകമാണ്. ആ ആനന്ദത്തിലേക്ക് നമ്മളെ നയിക്കാനാണ് ആ കൊച്ചു സുഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ആ സുഖത്തിന് വേണ്ടി നമ്മളെന്താ ചെയ്യുക, ഈശ്വരനെ ആശ്രയിക്കാൻ തോന്നുന്നു, ഈശ്വരനെ ആശ്രയിക്കും, നാമം ജപിക്കും. ലക്ഷ്യം സുഖമാണെങ്കിലും ആശ്രയിക്കുന്നത് ഈശ്വരനെയാണ്. നാമം ജപിക്കും. കുറേ കഴിയുമ്പോൾ ധ്രുവൻ എന്തിനാ തപസ്സിന് പോയത്, അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ അവിടെ ചെന്ന് തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ആഗ്രഹമൊക്കെ പോയല്ലേ, ഈശ്വര സാക്ഷാത്കാരം നേടി. അപ്പോൾ ആ കൊച്ചാഗ്രഹം ധ്രുവനുണ്ടാക്കിയത് എന്തിനാണ്, ഇതുപോലെയുള്ള ഭഗവാന്റെ കാരുണ്യമാണ്. അപ്പോൾ അത് നമ്മളെ ഓരോരുത്തരെയും അങ്ങോട്ട് നയിക്കുകയാണ്. ഈ വക ഭാഗങ്ങളൊക്കെ പറയാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാമായണം വായിക്കണതിന് അർത്ഥമില്ല. അതൊക്കെ പ്രധാന ഭാഗങ്ങളാണ്. ഇത് ഒന്നും പറയണില്ല കേട്ടോ, അവിടെ ഒന്നും പറയണില്ല. ചുരുക്കിയിട്ട് വളരെ ചുരുക്കിയെന്ന് വിചാരിച്ചാൽ 100% 10% പറയണുള്ളൂ. അപ്പം അതുകൊണ്ട് ഇഷ്ടമായ കാര്യങ്ങൾ ഉണ്ടാവുക, അനിഷ്ടമായ കാര്യങ്ങൾ ഉണ്ടാവുക എന്നിട്ട് അതൊക്കെ അതിലൊന്നും നമ്മൾ മനസ്സ് വ്യാകുലപ്പെടുത്തണ്ട. അപ്പോഴൊക്കെ അതെല്ലാം ആ ഭഗവാന് തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അവർ ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നേരം സൂര്യോദയമായി. ആ സമയത്ത് സന്ധ്യാവന്തനമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് പറയണു, ഇനി അക്കരയ്ക്ക് പോവുകയാണ്, തോണി കടന്ന് അക്കരയ്ക്ക് പോവുകയാണ്, ആ നദി കടന്നിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗുഹൻ പറഞ്ഞു, എന്നാൽ ഞാനും കൂടെ വരാം. എന്നെ ആ അക്കരെ ചെന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ഞാനും അങ്ങയുടെ കൂടെ വരികയാണ്, ലക്ഷ്മണനെ പോലെ എന്നെയും കൂടെ കൂട്ടണം എന്ന് ഇങ്ങനെ പറയണു. അപ്പോൾ അത് പറയണ സമയത്ത് പറയും, അതൊക്കെ കേട്ടപ്പോൾ പറഞ്ഞു, എനിക്ക് നല്ല സന്തോഷമാണ്. കാരണം എനിക്ക് നീ ലക്ഷ്മണനെ പോലെ തന്നെയാണ്. എങ്കിലും ഞാനിതാ 14 വർഷം കഴിഞ്ഞ് തിരിച്ചു വരണവരെ എന്നെ ചിന്തിച്ചുകൊണ്ട് എൻ്റെ നാമം ജപിച്ചുകൊണ്ട് ഇവിടെ കഴിയൂ എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പോൾ അങ്ങനെ ആ സന്തോഷത്തോടു കൂടിയിട്ട് ആലിംഗനം ചെയ്ത് ആ ഗുഹനെ പറഞ്ഞയച്ചുകൊണ്ട് ഗുഹൻ തോണിയിൽ കയറി തിരിച്ച് ആ ഗൃഹത്തിലേക്ക് പോയി എന്നുള്ള ഭാഗങ്ങൾ വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം പാരായണം ചെയ്യാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. ഇവിടെ പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ പ്രേമ പുഷ്പാഞ്ജലിയായിട്ട് വാക്കുകളായിട്ട് വരണതും അത് കാതിലൂടെ ഉള്ളിലേക്ക് ആ
എത്തുന്നതും ഒക്കെ ആ ഭഗവാൻ തന്നെയാണ്. എല്ലാം ആ വൈഖരി ശബ്ദമായി വരുന്നതും വാക്കുകളായിട്ട് വരുന്നതും ഒക്കെ ഭഗവാൻ തന്നെ. അപ്പോൾ അതെല്ലാം ആ ഭഗവാന്റെ കാരുണ്യമാണ്. ആ കാരുണ്യം തന്നെ വീണ്ടും ആ ഭഗവാനിലേക്ക് സമർപ്പിക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെ കയ്യിലുള്ളൂ. അപ്പോൾ അത് തന്നെ ആ ഭഗവാനോട് സമർപ്പിക്കാം. എന്നും സത്സംഗത്തിലിരിക്കാനും സദാ ഈശ്വരനാമങ്ങൾ ജപിക്കാനും നല്ല മനസ്സോടു കൂടിയിട്ട്, ആ ദൃഢമായ മനസ്സോടു കൂടിയിട്ട് നല്ലത് ചിന്തിക്കാനും എല്ലാവരോടും നിസ്വാർത്ഥമായിട്ട് നിഷ്കപടമായിട്ട് നിഷ്കളങ്കമായിട്ട് പെരുമാറാനൊക്കെ നമ്മളെ ആ ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. നാളത്തെ നാമജപത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മളുടെ ഈ ക്ഷേത്രത്തിലത്തെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കുന്ന ആളാണ് ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിലത്തെ ആ ഒരു ഭഗവാന്റെ ആ ഒരു കാരുണ്യം കൊണ്ട് നമുക്കിവിടെ ഇരുന്ന് നാമം ജപിക്കാനൊക്കെ സാധിച്ചത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അപ്പം നമ്മളിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നാമം ജപിക്കാൻ സാധിക്കുകയെന്ന് വെച്ചാൽ അത് വളരെ ഈശ്വര കാരുണ്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാത്തിലും വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ആവാനും സമചിത്തതയോടുകൂടിയിട്ട് എല്ലാ കാര്യങ്ങളും നേരിടാനുള്ള ആ ശക്തിയൊക്കെ നൽകി എപ്പോഴും ഈശ്വരൻ അനുഗ്രഹിച്ചുകൊണ്ട് ആ ഗൃഹത്തിൽ നാഥനായിട്ടുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാൻ നാളത്തെ നാമജപം ഉണ്ണിച്ചേട്ടൻ്റെ ഗൃഹത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. അതിനുവേണ്ടി നാളെ രാവിലെ കഴിയുന്നത്ര നേരത്തെ എല്ലാവരും വരിക. ആദ്യമൊക്കെ അങ്ങനെ പറഞ്ഞായിരുന്നു, നേരത്തെ വന്നാൽ നാമം ജപിക്കുന്നവർക്ക് ഇവിടെ പിന്നെ അധികം ആരും വരുമെന്ന് പറയാത്ത കാരണം കൊണ്ട് ഞാൻ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് എല്ലാവരും കഴിയുന്നിടത്തോളം നേരത്തെ ഇവിടെ വരിക. എന്നിട്ട് ഉച്ചയ്ക്ക് പ്രസാദം ഊട്ട് കഴിഞ്ഞിട്ട് പോവാം. അതുവരെ നമുക്ക് ഇവിടെ ഇരുന്ന് നാമം ജപിക്കാം. നാളെ കുറച്ചധികം ഭാഗങ്ങൾ രാമായണം പാരായണം ചെയ്യാം. ഒക്കെ സാധിക്കട്ടെ. ഓരോ ദിവസം കേൾക്കുമ്പോഴും അത് കൊതിയോടുകൂടി കേൾക്കാനും അത് വായിച്ചങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ ആ ഒരു വിരഹം എങ്ങനെയാണോ ഗോപികമാർ കൃഷ്ണനെ പിരിയണ വിരഹം പോലെ ആ ഒരു വിരഹം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അയ്യോ ഇനി അടുത്ത ദിവസം വരെ കാത്തിരിക്കണ്ടേന്ന്. അല്ലാണ്ട് ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ എപ്പോൾ ഉണ്ടാവണം അപ്പോഴേ നമുക്ക് ഈ വായിക്കണത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമം ജപിച്ച് സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഉറക്കെ ജപിക്കും എല്ലാവരും. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വരമംഗലത്തപ്പ ശരണം, തളിയാക്കുളത്തമ്മേ ശരണം, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരെഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗ പത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം. ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ച മാലാം. രന്ധ്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥന പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. പാതാലയേ ശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ. രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ. തിരേണമേ കൃഷ്ണമദീയ ജന്മം. ശ്രീഹരയേ നമഃ. മുല്ലോർലിത്തേവരെ സന്തോഷിക്കണേ സന്തോഷിക്കണേ സന്തോഷിക്കണേ.
നാരായണ നാരായണ.